Good afternoon. I'm Akshaya. I had an All India rank of 2627 in the year 2020. Now I'm doing third year MBBS in AIIMS Nagpur. We'll be studying the chapter Neural Control and Coordination, which is the 18th chapter of NCERT class 11. And ഈ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ എല്ലാ വർഷവും നീറ്റിൽ അബൌട്ട് 3 to 4 ക്വസ്റ്റ്യൻസ് വരെ ഈ ചാപ്റ്ററിന് ചോദിക്കാറുണ്ട്. എത്ര? 3 to 4 ക്വസ്റ്റ്യൻസ്. 3 to 4 ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ ഏകദേശം എത്ര മാർക്കായി? 3 into 4 12 to 16 മാർക്സ് വരെ. ഇതാണ് ഇതിന്റെ വെയിറ്റേജ്. അതായത് അത്യാവശ്യം മോഡറേറ്റ്ലി നല്ല വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്. ആൻഡ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ സർക്കുലേഷൻ ഡിസ്കസ് ചെയ്തു. അങ്ങനെ ഓരോ സിസ്റ്റം വൈസ് ഡിസ്കഷനിൽ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂറൽ സിസ്റ്റത്തിനെ കുറിച്ചാണ്. ആൻഡ് നമ്മൾ ആനിമൽ കിങ്ഡത്തിൽ പഠിച്ചിരുന്നു എങ്ങനെ ആർക്കാണ് ആദ്യം ചെറിയ ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ കാണിക്കാൻ തുടങ്ങിയ ഓർഗാനിസംസ് ഏതൊക്കെയാണ്, ആൻഡ് ഈ സിസ്റ്റംസ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നതെന്നൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ നമ്മൾ ഇതിൽ പഠിക്കും. ആൻഡ് നമ്മൾ ആദ്യം ഇൻ ജനറൽ ന്യൂറൽ സിസ്റ്റം എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്, അതിന്റെ ഫംഗ്ഷൻ എന്താന്നൊക്കെ ഡിസ്കസ് ചെയ്ത് അത് കഴിഞ്ഞ് ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റം പഠിക്കും. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റം പഠിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ന്യൂറോൺ, അതായത് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ന്യൂറൽ സിസ്റ്റം, ന്യൂറൽ സിസ്റ്റത്തിന്റെ സ്ട്രക്ചറലും ഫങ്ഷണൽ യൂണിറ്റുമായ ന്യൂറോൺ എന്ന് പറഞ്ഞ സാധനത്തിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞ് ഫൈനലി സെൻട്രൽ ന്യൂറൽ സിസ്റ്റം അല്ലെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചൊരു സമ്മറൈസ് ചെയ്ത് നമ്മൾ ചാപ്റ്റർ ഫിനിഷ് ചെയ്യും. അപ്പോ ഫസ്റ്റ് നമുക്കറിയാം എങ്ങനെ ഹ്യൂമൻസ് അല്ലെങ്കിൽ ഏതൊരു ഓർഗാനിസത്തിനും ഡിഫറെന്റ് ടിഷ്യൂസ് കമ്പൈൻ ചെയ്ത് ഓർഗൻസ് ആവുന്നുണ്ട്. ഈ ഓർഗൻസ് കമ്പൈൻ ചെയ്ത് ഫങ്ഷണലി എന്താവുന്നുണ്ട്, ഓർഗൻ സിസ്റ്റംസ് ആവുന്നുണ്ട്. അത് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ വെച്ച് വേരി ചെയ്യും. അങ്ങനെ ഏത് ക്ലാസിഫിക്കേഷൻ ആണെങ്കിലും ഈ ഓർഗൻസും ഓർഗൻ സിസ്റ്റത്തിന്റെയും ഇന്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്കറിയാം നമ്മുടെ ഫങ്ഷനും നമ്മുടെ ബോഡിലി നീഡ്സും റിക്വയർമെന്റ്സും മീറ്റ് ചെയ്യാൻ അതിന് വേണ്ട കോർഡിനേഷനും എല്ലാം എല്ലാത്തിന്റെയും ബേസിക് നടത്തുന്നത് നമുക്കറിയാം ബ്രെയിൻ ആണ്. ആൻഡ് ഈ കോർഡിനേഷൻ എന്തിനു വേണ്ടി, ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഈ കോർഡിനേഷൻ എല്ലാം നോക്കി നടത്തുന്നത് ആരാണ്? നമ്മുടെ ന്യൂറൽ സിസ്റ്റം ആണ്. ആൻഡ് വാട്ട് ഇസ് കോർഡിനേഷൻ, അതാണ് ഫസ്റ്റ് ടോപ്പിക് ഇതില്. വാട്ട് ഇസ് കോർഡിനേഷൻ എന്താണ്? ദ പ്രോസസ് ത്രൂ വിച്ച് 2 or more organs interact and complement the functions of one another. നമുക്കറിയാം, നമ്മൾ സർക്കുലേറ്ററി സിസ്റ്റം പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു കാർഡിയാക് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത് ഓട്ടോജനിക് ആണ്. പക്ഷെ ചില സമയം അതിന്റെ ഫംഗ്ഷന് ചെറിയ ഡീവിയേഷൻ നടന്നു കഴിഞ്ഞാൽ അതിന് ന്യൂറൽ കൺട്രോളും ഹോർമോണൽ കൺട്രോളും പ്രസന്റ് ആണ് നമ്മൾ കണ്ടിരുന്നു. അതായത് ന്യൂറൽ കൺട്രോൾ വഴി നമുക്ക് ഫംഗ്ഷൻ മോഡറേറ്റ് ചെയ്യാം ഹാർട്ടിന്റെ ആക്ടിവിറ്റീനെ. അതേപോലെ തന്നെ ആഡ്രിനൽ ഗ്ലാൻഡിലെ മെഡുലറി ഹോർമോൺസ് വെച്ച് നമ്മൾ ഓൾറെഡി റെഗുലേഷൻ അല്ലെങ്കിൽ മോഡറേഷൻ നടത്താൻ പറ്റുന്ന പഠിച്ചിരുന്നു. ആൻഡ് ഈ കോർഡിനേഷന്, അതായത് 2 or 3 അതിന് കൂടുതലോ ഓർഗൻസ് തമ്മിൽ ഇന്ററാക്ട് ചെയ്ത് കോംപ്ലിമെന്റ് ദി ഫങ്ഷൻസ് ഓഫ് വൺ അനദർ, അതിനെ നമ്മൾ വിളിച്ച പേരാണ് കോർഡിനേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ്. ഇനി ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, നമ്മൾ ഫിസിക്കൽ എക്സസൈസസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എനർജി ഡിമാൻഡ് പതുക്കെ കൂടിക്കൂടി വരും. എന്തുകൊണ്ടാ? ടു മെയിൻറ്റെയിൻ ആൻഡ് ഇൻക്രീസ്ഡ് മസ്കുലർ ആക്ടിവിറ്റി. എക്സസൈസിന്റെ സമയത്ത് നമുക്ക് മസ്കുലർ ആക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ഡിമാൻഡും കൂടിക്കൊണ്ടുവരാണ്. അപ്പൊ ഡിമാൻഡ് കൂടുമ്പോൾ അല്ലെങ്കിൽ എനർജീന്റെ ഡിമാൻഡ് കൂടുമ്പോൾ നമ്മുടെ ഓക്സിജൻ സപ്ലൈയും അതേപോലെ കൂടേണ്ടിയിരിക്കുന്നു. ആൻഡ് ദ ഇൻക്രീസ്ഡ് സപ്ലൈ ഓഫ് ഓക്സിജൻ ഹെൽപ്പ് ചെയ്യും? ഇറ്റ് നെസസിറ്റേറ്റ്സ്, അതായത് അത് നിർബന്ധാക്കും റേറ്റ് ഓഫ് റെസ്പിറേഷനും അതിനനുസരിച്ച് കൂട്ടാൻ വേണ്ടി നിർബന്ധിതനാവും. അപ്പോൾ റെസ്പിറേഷൻ കൂട്ടിയാൽ അതിനനുസരിച്ച് നമുക്ക് ഇൻഹെയിൽ ചെയ്ത് ഓക്സിജൻ എടുക്കാൻ പറ്റും. ഈ ഓക്സിജൻ ആണ് നമ്മൾ ഇൻക്രീസ്ഡ് എനർജി ഡിമാൻഡിന് കോംപ്ലിമെന്റ് ചെയ്യാൻ സഹായിക്കുക. അങ്ങനെ എക്സസൈസിന്റെ സമയത്ത് അപ്പൊ എന്തൊക്കെ പറ്റി? എനർജി ഡിമാൻഡ് കൂടി, ഓക്സിജൻ കൂടി, റെസ്പിറേറ്ററി റേറ്റ് കൂടി, ഹാർട്ട് ബീറ്റ് കൂടി, ആൻഡ് ഫൈനലി ബ്ലഡ് ഫ്ലോയും കൂടി. എന്തൊക്കെ കൂടിയുന്നുണ്ടോ? ഡ്യൂറിങ് ഫിസിക്കൽ എക്സസൈസസ് energy demand is increased. Energy demand, supply of oxygen, and respiratory rate അല്ലെങ്കിൽ rate of respiration, heart beat, and increased blood flow. ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവും ഏതിന്റെ സമയത്ത്? എക്സസൈസിന്റെ സമയത്ത്. ആൻഡ് നമ്മൾ പതുക്കെ എക്സസൈസ് അല്ലെങ്കിൽ ഫിസിക്കൽ എക്സസൈസ് സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ എന്താ പറ്റുക?
അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ നേഴ്സിന്റെ ആക്ടിവിറ്റീസ് പതുക്കെ നോർമൽ രീതിയിലേക്ക്, അതായത് നോർമൽ കണ്ടീഷൻസിലേക്ക് റിട്ടേൺ ചെയ്യും. അപ്പൊ അതേപോലെ തന്നെ ഈ നെർവ്സ്, ഈ എല്ലാത്തിനെയും കോർഡിനേറ്റും കണക്ട് ചെയ്യുന്ന നെർവ്സ് നോർമൽ കണ്ടീഷനിലേക്ക് റിട്ടേൺ ചെയ്യും. പതുക്കെ ലങ്സും റിട്ടേൺ ചെയ്യും, ഹാർട്ടും റിട്ടേൺ ചെയ്യും, ആൻഡ് കിഡ്നി, ഇതിന്റെ എല്ലാ ഫങ്ഷനും പതുക്കെ നോർമലിലേക്ക് റിട്ടേൺ ആവും. ആൻഡ് in our body, the neural system and endocrine system jointly coordinate and integrate all the activities of the organs. അത് എന്തിനെ ഹെൽപ്പ് ചെയ്യും? എല്ലാ ഓർഗൻസിനെയും, അതായത് ബോഡി ആസ് വൺ ഒരുമിച്ച് എടുക്കുമ്പോൾ, ഒരു വൈഡർ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ സിൻക്രണൈസ്ഡ് ഫാഷനിൽ വർക്ക് ചെയ്യാൻ, അതായത് അയാളുടെ ജോലി നിർത്തിയാൽ ദ ഹോൾ പ്രോസസ് വിൽ ഗെറ്റ് ഹാമ്പേർഡ്. അപ്പൊ അങ്ങനെ നടക്കാണ്ടിരിക്കാൻ എല്ലാത്തിനെയും കോർഡിനേറ്റും ഇന്റഗ്രേറ്റും ചെയ്ത് എല്ലാത്തിന്റെ ആക്ടിവിറ്റീസ് പെർഫെക്റ്റ്ലി നോക്കി നടത്തുന്നത് ഏതൊക്കെ സിസ്റ്റം കൂടിയാണ്? ന്യൂറൽ സിസ്റ്റം ആൻഡ് ദി എൻഡോക്രൈൻ സിസ്റ്റം. അപ്പൊ അത്രയും കണ്ടു. ആൻഡ് ദ ന്യൂറൽ സിസ്റ്റം എന്താ ചെയ്യുക? പ്രൊവൈഡ്സ് an organized network of point-to-point connection for a quick coordination. അതായത് പോയിന്റ് ടു പോയിന്റ്, ഒരു പോയിന്റ് അടുത്ത പോയിന്റിലേക്ക് സഡൻ ഏറ്റവും പെട്ടെന്ന് കോർഡിനേറ്റ് ചെയ്ത് കണക്ട് ചെയ്യാനുള്ള ഒരു ഓർഗനൈസ്ഡ് നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് എൻഡോക്രൈൻ സിസ്റ്റം എന്താ ചെയ്യുന്നത്? കെമിക്കൽ ഇന്റഗ്രേഷൻ. എന്തിന്റെ സഹായത്തോട്? നമുക്കറിയാം എൻഡോക്രൈൻ സിസ്റ്റം സെക്രീറ്റ്സ് ഹോർമോൺസ്. ഈ ഹോർമോൺസ് കെമിക്കലി മീഡിയേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യും ഡിഫറെന്റ് ഫങ്ഷൻസ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ന്യൂറൽ സിസ്റ്റം പഠിക്കും. ഹ്യൂമന്റെ ന്യൂറൽ സിസ്റ്റം, മെക്കാനിസംസ് ഓഫ് ന്യൂറൽ കോർഡിനേഷൻ ലൈക്ക് ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസ് ആൻഡ് ഇമ്പൾസ് കണ്ടക്ഷൻ അക്രോസ് എ സിനാപ്സ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. ഇനി ന്യൂറൽ സിസ്റ്റം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ബേസിക് സ്ട്രക്ചറൽ ഓർ ഫങ്ഷണൽ യൂണിറ്റ് എന്താന്ന് ചോദിച്ചാൽ എന്ത് പറയും? ന്യൂറൽ സിസ്റ്റം, എല്ലാ ആനിമൽസിന്റെയും ന്യൂറൽ സിസ്റ്റം കമ്പോസ്ഡ് ഓഫ് ഹൈലി സ്പെഷ്യലൈസ്ഡ് സെൽസ് കോൾഡ് ന്യൂറോൺസ്. ഹൈലി സ്പെഷ്യലൈസ്ഡ് സെൽസ് കോൾഡ് ന്യൂറോൺസ് കൊണ്ടാണ് നമ്മുടെ ന്യൂറൽ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ഈ ന്യൂറോൺസ് മെയിൻലി എന്താ ചെയ്യാം? ഓരോ സ്റ്റിമുലയും നമ്മുടെ ബോഡിയിൽ റിസീവ് ചെയ്യുന്ന അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യേണ്ട ഏതൊരു സ്റ്റിമുലയും ഡിറ്റക്ട് ചെയ്യും ആദ്യം, ആൻഡ് അതിനെ റിസീവ് ചെയ്ത് അടുത്ത ആളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് അതിന്റെ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ക്യാരി ഔട്ട് ചെയ്യും. ആൻഡ് ദി ന്യൂറൽ ഓർഗനൈസേഷൻ, നമ്മൾ ലോവർ ഇൻവെർട്ടിബ്രേറ്റ്സ് എടുക്കുമ്പോൾ അതിൽ അവർക്ക് ഭയങ്കര സിമ്പിൾ ആണ്, അതായത് ബേസിക് സ്ട്രക്ചർ മാത്രമേ ഉണ്ടാവുള്ളൂ. ന്യൂറൽ ഓർഗനൈസേഷൻ, അതായത് ഹൈഡ്രയിൽ നമ്മൾ എന്ത് കണ്ടു? ഹൈഡ്രയിൽ നമ്മൾ കണ്ടു ഇൻ ഹൈഡ്ര ഇറ്റ് ഇസ് കമ്പോസ്ഡ് ഓഫ്, അതായത് ന്യൂറൽ സിസ്റ്റം എന്തുകൊണ്ടാണ്? ജസ്റ്റ് എ നെറ്റ്വർക്ക് ഓഫ് ന്യൂറോൺസ്. ദ ന്യൂറൽ സിസ്റ്റം ഇൻസെക്ട്സിലേക്ക് അല്ലെങ്കിൽ ഹയർ ഓർഗനിസത്തിലേക്ക് വരുമ്പോൾ പതുക്കെ ഇൻസെക്ട്സിൽ നമ്മൾ എന്ത് കണ്ടു? ബ്രെയിൻ കണ്ടു. ബ്രെയിൻ ഇസ് പ്രസന്റ് അലോങ് വിത്ത് എ നമ്പർ ഓഫ് ഗാംഗ്ലിയ ആൻഡ് ന്യൂറൽ ടിഷ്യൂ. പതുക്കെ ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ അഡ്വാൻസ് ചെയ്ത് വരികയാണ്. ആൻഡ് കുറച്ചും കൂടി അഡ്വാൻസ് ചെയ്ത് വേർട്ടിബ്രേറ്റ്സ് വന്നപ്പോൾ ദേ ഹാവ് എ മോർ ഡെവലപ്ഡ് ന്യൂറൽ സിസ്റ്റം. അപ്പോ നമുക്കറിയാം എല്ലാ ആനിമൽസിലും, ഓൾ ആനിമൽസ് എന്തുണ്ട്? ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആയിട്ട് ന്യൂറോൺസ് ഉണ്ട്. ആൻഡ് ഈ ന്യൂറോൺസിന്റെ ഫങ്ഷൻ എന്താ? ടു ഡിറ്റക്ട്, റിസീവ്, ട്രാൻസ്മിറ്റ് ഡിഫറെന്റ് സ്റ്റിമുലൈ. ഇനി ന്യൂറൽ ഓർഗനൈസേഷൻ കണ്ടപ്പോൾ എന്തൊക്കെ കണ്ടു? ഹൈഡ്രയിൽ എങ്ങനെ? ജസ്റ്റ് ഒരു നെറ്റ്വർക്ക് ഓഫ് ന്യൂറോൺസ്. അതൊക്കെ ഇൻസെക്ട്സിൽ ഇത് NCERT ടേം ബൈ ടേം അല്ലെങ്കിൽ സെന്റൻസ് ബൈ സെന്റൻസ് ഉള്ളതാണ് ഞാൻ സൈഡിൽ വരുന്നത്. ബ്രെയിനും ഉണ്ട്, ഇൻസെക്ട്സിൽ ബ്രെയിനും വന്നു, നമ്പർ ഓഫ് ഗാംഗ്ലിയം വന്നു, ആൻഡ് അത് കുറച്ച് ന്യൂറൽ ടിഷ്യൂസ് വന്നു. ആൻഡ് വേർട്ടിബ്രേറ്റ്സിൽ എത്തിയപ്പോ എങ്ങനെയായി? വേർട്ടിബ്രേറ്റ്സിൽ ദേ ഹാവ് എ മോർ ഡെവലപ്ഡ് ന്യൂറൽ സിസ്റ്റം. ഇനി നമ്മൾ ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റത്തിന് പതുക്കെ ഡിവൈഡ് ചെയ്യാണ്. എന്തിലേക്ക്? ഡിഫറെന്റ് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഈച്ച് പാർട്ടിൽ എന്തൊക്കെ വരുമെന്ന് നമ്മൾ പഠിക്കും. അപ്പോ അങ്ങനെ ഡിവൈഡ് ചെയ്യാനാണെങ്കിൽ ഫസ്റ്റ് നെർവസ് സിസ്റ്റം എന്തായി? രണ്ടാക്കി നോക്കി, രണ്ട് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ ഒന്നിനെ നമ്മൾ എന്ത് വിളിച്ചു? സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ CNS എന്ന് വിളിച്ചു. ആൻഡ് മറ്റേനെ പെരിഫറൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ PNS എന്ന് വിളിച്ചു. ഇനി ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ എന്തൊക്കെ ഉണ്ട്? സ്പൈനൽ കോഡും. സെൻട്രൽ നെർവസ് സിസ്റ്റം കംപ്രൈസസ് ഓഫ് സ്പൈനൽ കോഡ് ആൻഡ് ദി ബ്രെയിൻ. ഇനി ഇതേപോലെ പെരിഫറൽ നെർവസ് സിസ്റ്റം എടുത്തപ്പോ എന്ത് കണ്ടു? പെരിഫറൽ നെർവസ് സിസ്റ്റത്തില് സൊമാറ്റിക്
nervous system. Nervous system NS ഏതാണെങ്കിൽ somatic nervous system and autonomic nervous system. ഇനി ഈ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം നമ്മൾ സർക്കുലേറ്ററി സിസ്റ്റം പഠിച്ചപ്പോൾ ജസ്റ്റ് ചെറുതായിട്ട് കണ്ടിരുന്ന ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിൽ രണ്ട് തരം സാധനങ്ങളുണ്ട്. എന്ത്? ഒന്ന് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, മറ്റേത് പാരസിമ്പത്തറ്റിക്. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, മറ്റേത് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. ഇത്രയും കണ്ടു. ഇനി സൊമാറ്റിക് നെർവസ് സിസ്റ്റം അവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് നമ്മൾ ബ്രെയിൻ പതുക്കെ ഡിവൈഡ് ചെയ്ത് നോക്കാണ്. ബ്രെയിൻ ഏതിന്റെ ഹെഡിങ്സിൽ പഠിക്കാൻ പറ്റും? ബ്രെയിനെ നമ്മൾ 3 പാർട്സ് ആക്കി. 3 പാർട്സ് എന്തൊക്കെ? ഒന്ന് ഫോർ ബ്രെയിൻ, 2 മിഡ് ബ്രെയിൻ, 3 ഹൈൻഡ് ബ്രെയിൻ. 3 പാർട്സ് ആക്കി. ഇനി NCERT കൊടുത്തില്ല, പക്ഷെ ജസ്റ്റ് ഒരു എക്സ്ട്രാ നോളജ് പോലെ ഞാൻ പറയാണ്. 4 ബ്രെയിനെ നമ്മൾ വീണ്ടും 2 സെക്ഷൻ ആക്കി. ഈ 2 സെക്ഷൻ എന്തൊക്കെ? ഒന്ന് ടീലെൻസെഫലോൺ, 2 ഡയൻസെഫലോൺ. ടീലെൻസെഫലോണും ഡയൻസെഫലോണും പാർട്സ് ഓഫ് 4 ബ്രെയിൻ. ആൻഡ് ഈ ടീലെൻസെഫലോണ് പിന്നെയും എടുത്ത് നോക്കിയാൽ അതിൽ എന്തൊക്കെ കണ്ടു? സെറിബ്രൽ കോർട്ടെക്സ്, പിന്നെ ബേസൽ ഗാംഗ്ലിയ, ഹിപ്പോ ക്യാമ്പസ്. ഇത് ഏത് പാർട്ട്? ഈ ഓരോ യൂണിറ്റും എടുത്ത് ഇത് ഏത് പാർട്ടിലാന്ന് വെച്ചാൽ നമ്മൾ മിനിമം ഐഡന്റിഫൈ ചെയ്യാനെങ്കിലും അറിഞ്ഞിരിക്കണം. ഈ 4 സാധനങ്ങൾ ടീലെൻസെഫലോണിന്റെ ആണ്, ടീലെൻസെഫലോൺ 4 ബ്രെയിനിന്റെ പാർട്ടാണ്. അങ്ങനെ മേലോട്ട് ക്ലാസിഫൈ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഹിപ്പോ ക്യാമ്പസ് കഴിഞ്ഞ് ഫൈനലി അമിഗ്ഡല. അപ്പൊ ടീലെൻസെഫലോണിന്റെ 4 എണ്ണങ്ങൾ കണ്ടു. ഇനി ഡയൻസെഫലോൺ നോക്കുകയാണെങ്കിൽ ഡയൻസെഫലോൺ 2 എണ്ണം. എന്തൊക്കെ? തലാമസ് ആൻഡ് ഹൈപ്പോതലാമസ്. ഡയൻസെഫലോൺ 2 എണ്ണം കണ്ടു. ഇനി മിഡ് ബ്രെയിൻ ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ മിഡ് ബ്രെയിൻ മീസെൻസെഫലോണിൽ എന്തൊക്കെ ഉണ്ട് ചോദിച്ചാല് പറയാനറിയണം. ടെക്റ്റം ആൻഡ് ടെഗ്മെന്റം. ഇനി ഹൈൻഡ് ബ്രെയിൻ എടുത്ത് നോക്കിയാല് ഹൈൻഡ് ബ്രെയിനിൽ എന്തൊക്കെ? ഇനിയും 2 പാർട്സ്. ഒന്ന് മെറ്റൻസെഫലോൺ. ഈ മീസെൻസെഫലോണും മീറ്റൻസെഫലോണും മാറിപ്പോരുത്. മെറ്റൻസെഫലോൺ ആൻഡ് ഫൈനലി മൈലിൻസെഫലോൺ. ഈ മെറ്റൻസെഫലോണിൽ എന്തൊക്കെ ഉണ്ട്? എഗെയിൻ 2 ഉണ്ടാക്കിയാല് പോൺസും സെറിബെല്ലവും സെറിബ്രം രണ്ടും ഡിഫറെന്റ് സാധനങ്ങൾ. അത് കൺഫ്യൂസ് ചെയ്യരുത്. സെറിബെല്ലം ബാലൻസിനും സെറിബ്രം ബാക്കിയുള്ള മേജർ ഫങ്ഷൻസിനും. ആൻഡ് മൈലിൻസെഫലോൺ എടുത്ത് നോക്കിയാല് അതിലെന്ത് കണ്ടു? മെഡ്യൂല. ഇത്രയും സാധനങ്ങൾ. ഈ ഹോൾ ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. എന്തിന്റെ? നെർവസ് സിസ്റ്റം ഫസ്റ്റ് CNSഉം PNSും ആയിട്ട് ഡിവൈഡ് ചെയ്തു. CNSൽ എന്തൊക്കെ ഉണ്ട്? ബ്രെയിനും സ്പൈനൽ കോഡും. ഇതേപോലെ PNSൽ സൊമാറ്റിക്കും ഓട്ടോണോമിക്കും. ആൻഡ് എന്താ? ഓട്ടോണോമിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്തത്, ആൻഡ് സൊമാറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വോളണ്ടറി കൺട്രോളിൽ ഉള്ളത്. അതേപോലെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം സിമ്പത്തറ്റിക്കും പാരസിമ്പത്തറ്റിക്കും ആക്കി. ആൻഡ് ബ്രെയിനെ 4 ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ ഡിവൈഡ് ചെയ്ത് അതിന്റെ ടീലെൻസെഫലോൺ, ഡയൻസെഫലോൺ, മീസെൻസെഫലോൺ, മീറ്റൻസെഫലോൺ ആൻഡ് മൈലിൻസെഫലോൺ. ഇത്രയും കാര്യങ്ങൾ അതിന്റെ താഴെ വരുന്നത് എന്തൊക്കെയാണെന്നും നമ്മൾ കണ്ടു. ഇനി നമുക്ക് ജസ്റ്റ് വായിച്ചു നോക്കാം. NCERT പറയുന്നു ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റം സെൻട്രൽ CNSഉം PNSഉം. CNSൽ എന്തൊക്കെ നമ്മൾ ഓൾറെഡി സൈഡിൽ ഇപ്പൊ കണ്ടിരുന്നു. ബ്രെയിനും സ്പൈനൽ കോഡും. ആൻഡ് CNS എന്താ? ഇറ്റ് ഇസ് എ സൈറ്റ് ഓഫ് ഇൻഫർമേഷൻ പ്രോസസിങ് ആൻഡ് കൺട്രോൾ. CNS എന്താ ചെയ്യുന്നത്? ഇൻഫർമേഷൻ പ്രോസസ്സും ചെയ്യും, കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ആൻഡ് PNSന്റെ താഴെ എന്തൊക്കെ കണ്ടു? all the nerves of the body associated with CNS. CNSൽ മെയിൻലി സ്പൈനൽ കോഡും ബ്രെയിനും 2 കുറച്ച് വലിയ സാധനങ്ങൾ കണ്ടു. ആൻഡ് അതിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന all the nerves of the body, ബോഡിയിൽ ത്രൂ ഔട്ട് ആയിട്ട് പോകുന്ന എല്ലാ നെർവ്സിനും എല്ലാത്തിനെയും കണക്ട് ചെയ്ത് കൊണ്ടുവന്ന നെർവ്സ് നമ്മൾ പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് വിളിച്ചു. ആൻഡ് ഈ നെർവ് ഫൈബേഴ്സിനെ 2 ടൈപ്പ് ആക്കി. അഗൈൻ പെരിഫറൽ നെർവസ് സിസ്റ്റത്തില് നെർവ് ഫൈബേഴ്സ് അഫറന്റും ഉണ്ട്, എഫറന്റും ഉണ്ട്. ഇഫറന്റ് ആൻഡ് അഫറന്റ്. അഫറന്റ് എന്താ? ഇമ്പൾസ് ട്രാൻസ്മിഷൻ ആണ് 2ന്റെയും ജോലി, പക്ഷെ ഡിറക്ഷൻ ആണ്
അവരുടെ പോയിന്റ് ഓഫ് ഡിസ്റ്റിങ്ഷൻ. അഫറന്റ് നെർവ് ഫൈബേഴ്സ് എവിടുന്ന? ഫ്രം ടിഷ്യൂസ് ഓർ ഓർഗൻസ് ടു ദി CNS. അതായത് അഫറന്റ് CNS കൊണ്ടുപോകുന്നവരെ അഫറന്റ് എന്നും, ഇഫറന്റ് എന്ന് പറഞ്ഞാൽ എന്താ? റെഗുലേറ്ററി ഇമ്പൾസസ് ഫ്രം ദി CNS. ആ ടു ദ CNS ഫ്രം ദി CNS ആണ് പോയിന്റ് ഓഫ് ഡിസ്റ്റിങ്ഷൻ. അപ്പോൾ ഫ്രം ദി CNS മറ്റേലേക്ക് കൺസേൺഡ് ടിഷ്യൂസിലേക്ക് പോകുന്നതിന് നമ്മൾ ഇഫറന്റ് എന്ന് വിളിച്ചു, ഇഫറന്റ് ഫൈബേഴ്സ്. ആൻഡ് അഫറന്റ് എങ്ങോട്ട്? ടു ദി CNS. ഇനി പെരിഫറൽ നെർവസ് സിസ്റ്റം അഗൈൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റവും ഓട്ടോണോമിക് ന്യൂറൽ സിസ്റ്റം. സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം എങ്ങനെയാ? റിലേസ് ഇമ്പൾസസ് ഫ്രം CNS ടു ദി സ്കെലിറ്റൽ മസിൽസ്. CNS സ്കെലിറ്റൽ മസിലേക്ക്, അതായത് വോളണ്ടറി കൺട്രോളിൽ ഉള്ള വരുന്ന സാധനത്തിലേക്ക് സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം പോകും. ആൻഡ് ഓട്ടോണോമിക് റെഗുലേഷൻ എങ്ങനെയാ? CNS ഇൻവോളണ്ടറി ഓർഗൻസ്, അതായത് ഇൻവോളണ്ടറി ഓർഗൻസിലേക്കും സ്മൂത്ത് മസിൽസിലേക്കും ട്രാൻസ്മിഷൻ നടത്തുന്നത് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. ആൻഡ് ഓട്ടോണോമിക് ന്യൂറൽ സിസ്റ്റം അഗൈൻ സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക്കും ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി വിസറൽ നെർവസ് സിസ്റ്റം എന്താന്ന് വെച്ചാൽ എന്ത് പറയും? വിസറൽ നെർവസ് സിസ്റ്റം ഇസ് ദാറ്റ് പാർട്ട് ഓഫ് പെരിഫറൽ നെർവസ് സിസ്റ്റം which comprises of the whole complex of nerve fibers, ganglia, plexus. അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് ഡിഫറെന്റ് വിസറയിലേക്കും വിസറയിൽ തിരിച്ച് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്കും പോകുന്ന ദ ഹോൾ കോംപ്ലക്സ് ഓഫ് നെർവ് ഫൈബർ, ഗാംഗ്ലിയ, പ്ലെക്സസ്, ഇത്രയും സാധനങ്ങളെ നമ്മൾ എന്ത് വിളിച്ചു? വിസറൽ നെർവസ് സിസ്റ്റം. വിസറൽ നെർവസ് സിസ്റ്റം ഇസ് എ പാർട്ട് ഓഫ് PNS എന്ന് പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ? അത് ശരിയാണ്. ഡയറക്റ്റ് സെന്റൻസ് ആണ്. ഇസ് ദ പാർട്ട് ഓഫ് പെരിഫറൽ നെർവസ് സിസ്റ്റം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ട്. ഇനി ന്യൂറോൺ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ന്യൂറൽ സിസ്റ്റം പഠിക്കാൻ പോവാണ്. അതായത് ന്യൂറോണിനെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോവാണ്. ന്യൂറോൺ ആക്ച്വലി എന്താ? ന്യൂറോൺ ഒരു മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ ആണ്. നോർമൽ ഐസിനെ കൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്തൊരു മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ ആണ്. നമ്മുടെ ബോഡി കട്ട് ചെയ്ത് ന്യൂറോൺ എടുത്ത് നോക്കട്ടെ എന്നാണ് നമുക്ക് എടുത്ത് നോക്കാൻ പറ്റുമോ? ഇല്ല, കാരണം ഇത് മൈക്രോസ്കോപ്പിക് ആണ്. ആൻഡ് എന്തൊക്കെ കൊണ്ടാണ് അത് കമ്പോസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കംപ്രൈസ് ചെയ്തിരിക്കുന്നത്? എന്താണ്? മെയിൻലി മേജർ പാർട്സ് ലൈക്ക് സെൽ ബോഡി, ഡെൻഡ്രൈറ്റ്സ് ആൻഡ് ആക്സൺ. ഒരു സെൽ ബോഡി ഉണ്ട്, ഡെൻഡ്രൈറ്റ് ഉണ്ട്, ആക്സൺ ഉണ്ട്. ഇത്രയും സാധനങ്ങൾ എന്തിൽ കണ്ടു? മൈക്രോസ്കോപ്പിക് സ്ട്രക്ചറായ ന്യൂറോണിൽ കണ്ടു. അതിന്റെ ഡയഗ്രം വഴിയേ വരും. ആൻഡ് the cell body contains cytoplasm. Cell body എന്തുണ്ട്? Cytoplasm ഉണ്ട്. And with typical cell organelles and ചില certain granular bodies. അതിനെ നമ്മൾ എന്ത് വിളിച്ചു? Nissls granules എന്ന് വിളിച്ചു. ഇത് ഇത്രയും സാധനങ്ങൾ നമ്മൾ എവിടെയാ കണ്ടത്? സെൽ ബോഡിയിൽ. അപ്പോ സെൽ ബോഡിയിൽ എന്തുണ്ട്? സൈറ്റോപ്ലാസം, സെൽ ഓർഗനൽസ് and certain granular bodies. അതിനെ നമ്മൾ എന്ത് വിളിച്ചു? Nissls granules. ഇനി short fibers which branch repeatedly and project out of the cell body. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു സെൽ ബോഡിനെയാണ് കണ്ടത്. ഇനി ഈ സെൽ ബോഡിയിൽ നിന്ന് ബ്രാഞ്ച് ഔട്ട് ചെയ്ത് പ്രൊജക്ട് ചെയ്യുന്ന കുറച്ച് പാർട്ടിനെ നമ്മൾ എന്ത് വിളിച്ചു? ഡെൻഡ്രൈറ്റ്സ് എന്ന് വിളിച്ചു. എന്തിനാ നമ്മൾ ഡെൻഡ്രൈറ്റ്സ് എന്ന് വിളിച്ചത്? സെൽ ബോഡിയിൽ നിന്ന് പ്രൊജക്ട് ചെയ്യുന്ന പാർട്ടിനെ. അതായത് ഇത്രയും സെൽ ബോഡിയാണ്. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് കണ്ടു? സൈറ്റോപ്ലാസം നമ്മൾ ഓൾറെഡി കണ്ടു. സൈറ്റോപ്ലാസം, സെൽ ഓർഗനൽസ് ആൻഡ് ഈ ഗ്രാന്യൂൾസ് കാണുന്നില്ലേ? ഇതിനെ നമ്മൾ നിസിൽസ് ഗ്രാന്യൂൾസ് എന്ന് വിളിച്ചു. സൈറ്റോപ്ലാസം, സെൽ ഓർഗനൽസ്, നിസിൽസ് ഗ്രാന്യൂൾ, ഇത്രയുള്ള സെൽ ബോഡിയിൽ നിന്ന് ചില പ്രൊജക്ഷൻസ് കാണുകയാണ്. അത് ആ പ്രൊജക്ഷൻസിന്റെ പ്രത്യേകത എന്താ? അത് റിപ്പീറ്റഡ്ലി ബ്രാഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ നമ്മൾ എന്ത് വിളിച്ചു? ഡെൻഡ്രൈറ്റ്സ് എന്ന് വിളിച്ചു. ആൻഡ് ഡെൻഡ്രൈറ്റ്സ് എന്താ? Dendrites or short fibers which branch repeatedly along with Nissls granules. ഇതിനെയാണ് നമ്മൾ ഡെൻഡ്രൈറ്റ്സ് എന്ന് വിളിച്ചത്. ആൻഡ് ഇവരെ എങ്ങനെയാ ട്രാൻസ്മിറ്റ് ചെയ്യുക? അതായത് ഇമ്പൾസ് ട്രാൻസ്മിഷൻ എങ്ങനെയാ? ടുവേർഡ്സ് സെൽ ബോഡി. എന്ത്? ഇമ്പൾസ് ട്രാൻസ്മിഷൻ ടുവേർഡ്സ് സെൽ ബോഡി. And they repeatedly branch ചെയ്ത് പ്രൊജക്ട് ഔട്ട് ചെയ്യും ഫ്രം ദി സെൽ ബോഡീസ്. അപ്പൊ നമ്മൾ സെൽ ബോഡി കണ്ടു, സെക്കൻഡ് പാർട്ടായ ഡെൻഡ്രൈറ്റ്സ് കണ്ടു. ഇനി അടുത്ത പാർട്ടിനെ കാണാൻ പോകുന്നത്. അടുത്ത പാർട്ട് എന്താ? ദി ആക്സൺ. ആക്സൺ എന്താ? ഒരു ലോങ് ഫൈബർ, ദ ഡിസ്റ്റൽ എൻഡ് ഓഫ് വിച്ച്, ആ ഡിസ്റ്റൽ എൻഡ് മാത്രം ബ്രാഞ്ച് ഔട്ട് ചെയ്യുന്ന ഒരു ലോങ് ഫൈബർ.
ഒരു വലിയ ഫൈബർ. ഡെൻഡ്രൈറ്റ്സ് എങ്ങനെയായിരുന്നു? ഷോർട്ട് ഫൈബേഴ്സ് വിച്ച് ബ്രാഞ്ച് റിപ്പീറ്റഡ്ലി അലോങ് വിത്ത് ദ നിസൽ ഗ്രാന്യൂൾസ് ആണ് നമ്മൾ കണ്ടത്. പക്ഷെ ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ലോങ് ഫൈബർ, അതിന്റെ ഡിസ്റ്റൽ എൻഡിൽ ഏറ്റവും അറ്റത്ത് മാത്രം ചെറിയൊരു ബ്രാഞ്ചിങ് ഉള്ള സ്ട്രക്ചറിനെ നമ്മൾ ആക്സൺ എന്ന് വിളിച്ചു. ആൻഡ് ആക്സണിൽ എങ്ങനെയാ? ഈച്ച് ബ്രാഞ്ച് terminates as a bulb-like structure called synaptic knob. ഡിസ്റ്റൽ എൻഡിലെ ഒരു ബ്രാഞ്ചിങ് ഉണ്ട്, ആൻഡ് ആ ബ്രാഞ്ച് എങ്ങനെയാ ടെർമിനേറ്റ് ചെയ്യുക? ഒരു ബൾബ് ലൈക്ക് സ്ട്രക്ചർ, അതിന് നമ്മൾ വിളിച്ചു സൈനാപ്റ്റിക് നോബ്. ബൾബ് ലൈക്ക് സ്ട്രക്ചർ കോൾഡ് സൈനാപ്റ്റിക് നോബ്. ഈ സൈനാപ്റ്റിക് നോബിന്റെ ഉള്ളെടുത്ത് നോക്കുമ്പോൾ നമ്മൾ എന്ത് കണ്ടു? സൈനാപ്റ്റിക് നോബില് സൈനാപ്റ്റിക് വെസൈക്കിൾസ് ഉണ്ട്, ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് കെമിക്കൽസ് കോൾഡ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് എല്ലാത്തിന്റെയും കോർഡിനേഷനും മെയിൻ നടത്തുന്നത്. ന്യൂറോ ട്രാൻസ്മിറ്റർ ഇല്ലെങ്കിൽ ഒന്നിന്റെയും കോർഡിനേഷനും ഇന്റഗ്രേഷനും ഒന്നും ഇമ്പോസിബിൾ ആയിരിക്കും. അപ്പൊ ആ ന്യൂറോ ട്രാൻസ്മിറ്ററിന് സ്റ്റോർ ചെയ്തിരിക്കുന്ന ആരാണ്? നമ്മുടെ ആക്സൺ, വിച്ച് ഇസ് എ ലോങ് ഫൈബർ, ദ ഡിസ്റ്റൽ എൻഡ് ഓഫ് വിച്ച് ബ്രാഞ്ച് ചെയ്തിരിക്കുന്ന ആ ബ്രാഞ്ചസിന്റെ അറ്റത്ത് ചെറിയ ബൾബ് ലൈക്ക് പ്രൊജക്ഷൻ ഉണ്ട്. അതിന്റെ ഉള്ളിൽ ഒരു സാക്ക് പോലെ അതിൻ്റെ ഉള്ളിൽ നിറച്ച് കെമിക്കൽ നിറച്ച് വെച്ചിരിക്കുകയാണ്. ആ കെമിക്കലാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഇനി ആക്സൺസ് ട്രാൻസ്മിറ്റ് നെർവ് ഇമ്പൾസസ് അവേ ഫ്രം ദി സെൽ ബോഡി. എങ്ങോട്ടേക്ക്? ട്രാൻസ്മിറ്റ് നെർവ് ഇമ്പൾസസ് അവേ ഫ്രം സെൽ ബോഡി. എങ്ങോട്ടേക്ക്? എങ്ങോട്ടേക്ക് പോകുന്നു? ഒരു സൈനാപ്സ് അല്ലെങ്കിൽ ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ. ടു എ സൈനാപ്സ് ഓർ NMJ എന്ന് വെച്ചാൽ ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ. അപ്പൊ ആക്സണ് ഏത് രീതിയിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക? സെൽ ബോഡിയിൽ നിന്ന് അവേ ആയിട്ട് എങ്ങോട്ടേക്ക്? സൈനാപ്സിലേക്കോ ന്യൂറോ മസ്കുലർ ജംഗ്ഷനിലേക്കോ ട്രാൻസ്മിറ്റ് ചെയ്തു. ആൻഡ് നമ്മൾ ആക്സനെ 2 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തു. എന്തൊക്കെ? ആക്സൺ 2 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്ന് വിത്ത് മൈലിനേഷൻ അല്ലെങ്കിൽ മൈലിനേറ്റഡ് ന്യൂറോൺ, രണ്ടാമത്തെ വിത്തൗട്ട് മൈലിനേഷൻ, നോൺ മൈലിനേറ്റഡ് ന്യൂറോൺ. നമുക്കറിയാം ഓൾറെഡി ന്യൂറോണിന്റെ സ്ട്രക്ചർ ഇങ്ങനെ ഒരു സെൽ ബോഡി ഉണ്ട്. ഈ സെൽ ബോഡിന്റെ ഈ അറ്റത്തുനിന്ന് കുറെ ഷോർട്ട് ബ്രാഞ്ചസ് എന്തിന്റെ പോയി? ഡെൻഡ്രൈറ്റ്സിന്റെ ഷോർട്ട് ബ്രാഞ്ചസ് പോയി. ആൻഡ് ഇവിടുത്തെ ബ്രാഞ്ച് പോയിട്ട് ഇത് എന്തായി? ഇതിങ്ങനെ യോജിച്ച് ഒരു ലോങ് ഫൈബർ ആയിട്ട് വന്ന് ഹൂസ് ഡിസ്റ്റൽ എൻഡ് ഇസ് ബ്രാഞ്ച്ഡ്. ഡിസ്റ്റൽ എൻഡിന് ചെറിയൊരു ബ്രാഞ്ചിങ് കൊടുത്ത് നമുക്ക് ഈ ബ്രാഞ്ചിന്റെ പ്രത്യേകത തരാം. ഇതിന്റെ അറ്റത്ത് എന്തുണ്ട്? ചെറിയ ബൾബ് ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട്. അതിന് എന്താ നമ്മൾ വിളിച്ചത്? സൈനാപ്റ്റിക് നോബ് എന്ന് വിളിച്ചു. ആൻഡ് ഇതിൽ എന്തുണ്ട് നമ്മൾ കണ്ടു? എന്ത്? സൈനാപ്റ്റിക് നോബ്, അതിൻ്റെ ഉള്ളില് സൈനാപ്റ്റിക് വെസൈക്കിൾസ്. ഈ വെസൈക്കിൾസിനുള്ളിൽ കെമിക്കൽസ് കോൾഡ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഇനി ഈ ആക്സൺ നമുക്കറിയാം എത്ര ഏത് പാർട്ടിന്റെ വരെയാണ് നമ്മൾ ആക്സൺ വിളിച്ചത്? ഈ ലോങ് ഫൈബർ, ഈ ടോട്ടൽ സാധനത്തിനാണ് നമ്മൾ ആക്സൺ വിളിച്ചത്. ഈ ആക്സൺ 2 ടൈപ്പ് ഉണ്ട്. അതെന്തൊക്കെയായിരിക്കും? ഒന്ന് മൈലിനേറ്റഡ്, അതായത് ഇതിന് ചുറ്റും എന്തുണ്ട്? മൈലിൻ ഷീത്ത് ഉണ്ട്. മൈലിൻ ഷീത്തിന്റെ ഈ നടുക്കത്തെ ഗ്യാപ്പിന് നമ്മൾ എന്ത് വിളിച്ചു? നോഡ് ഓഫ് റാൻവിയർ. ആൻഡ് ഇതെന്താ? മൈലിൻ ഷീത്ത്. പക്ഷെ ചില ആക്സൺസിന് ഈ മൈലിൻ ഷീത്ത്, അതായത് ഈ ഷീത്ത് ആബ്സെന്റ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ നോൺ മൈലിനേറ്റഡ് എന്ന് വിളിച്ചത്. അപ്പൊ മൈലിനേറ്റഡ് എന്താ? വിത്ത് മൈലിൻ ഷീത്ത്, നോൺ മൈലിനേറ്റഡ് വിത്തൗട്ട് മൈലിൻ ഷീത്ത്. ഇത്രയും കാര്യങ്ങൾ കണ്ടു. ഇനി ഇത് നമ്മൾ ആക്സനെ 2 ടൈപ്പ് ആക്കി പറഞ്ഞതാ. ഇനി നമ്മൾ ന്യൂറോണെ ഡിവൈഡ് ചെയ്യാണ്. എങ്ങനെ? 3 ടൈപ്സ് ഓഫ് ന്യൂറോൺസ് ഉണ്ട്. 3 ടൈപ്സ് ഓഫ് ന്യൂറോൺസ്. എന്തൊക്കെ? ഒന്ന് യൂണിപോളാർ, 2 ബൈപോളാർ, 3 മൾട്ടി പോളാർ. ഈ യൂണിപോളാറിൽ പ്രത്യേകത എന്താ? സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചാല് അവർക്ക് ആകെ ഓൺലി 1 ആക്സൺ മാത്രമേ ഉള്ളൂ, ഒരൊറ്റ ആക്സൺ മാത്രം. ആൻഡ് അത് എക്സാമ്പിൾ അല്ലെങ്കിൽ കാണുന്നത് എവിടെയാ? എംബ്രിയോണിക് സ്റ്റേജില്.
എംബ്രിയോണിക് സ്റ്റേജിൽ. ആൻഡ് ഈ ബൈപോളാർ എങ്ങനെയാ? ബൈപോളാറിന് ഒരു ആക്സോണും, ബൈപോളാർ ഒരു ആക്സണും ഒരു ഡെൻഡ്രൈറ്റും, ഒരു ആക്സിൻ ആൻഡ് വൺ ഡെൻഡ്രൈറ്റ്. ആൻഡ് അതിന്റെ എക്സാമ്പിൾ എന്താ? ഐ റെറ്റിന. അത് കണ്ണിലെ റെറ്റിന എന്ന് പറഞ്ഞ പാട്ടില് ഐയിലത്തെ റെറ്റിനയില് എങ്ങനത്തെ ന്യൂറോൺസാ? ബൈപോളാർ ന്യൂറോൺസ് ആണ്. ആൻഡ് മൾട്ടിപോളാർ പേര് പോലെ തന്നെ കുറെ, മോർ ദൻ വൺ അല്ലെങ്കിൽ കുറെ, അതിലെങ്ങനെ ഒരു ആക്സണും എത്ര 2 or more ഡെൻഡ്രൈറ്റ്സും ഉണ്ടാവും. 1 ആക്സിൻ ആൻഡ് 2 or more ഡെൻഡ്രൈറ്റ്സും ഉണ്ടാവും. അതിന്റെ എക്സാമ്പിൾ എന്താ? സെറിബ്രൽ കോർട്ടെക്സ്. ഇപ്പൊ നമ്മള് ന്യൂറോൺസിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. ആൻഡ് അതിന് മുമ്പ് നമ്മൾ ആക്സനെ 2ആയി ഡിവൈഡ് ചെയ്തു. ആക്സന്റെ പ്രത്യേകത കണ്ടു. ഇതന്നെയാണ് ഈ ടൈറ്റിലും കൊടുത്തിരിക്കുന്ന മൾട്ടിപോളാർ. 1 ആക്സൺ 2 or more ഡെൻഡ്രൈറ്റ്സ് ഫൗണ്ട് വേർ സെറിബ്രൽ കോർട്ടെക്സ്. ബൈപോളാർ ഐയിലത്തെ റെറ്റിനയിൽ കണ്ടു. ആൻഡ് അതിലെന്താ പ്രത്യേകത? ഒരു ആക്സനും ഒരു ഡെൻഡ്രൈറ്റും. യൂണിപോളാർ എങ്ങനെയാ? സെൽ ബോഡി വിത്ത് 1 ആക്സൺ ഓൺലി. അതെവിടെയാ കാണുന്നത്? യൂഷ്വലി ഇൻ എംബ്രിയോണിക് സ്റ്റേജ്. ഇനി ആക്സനെ 2 ടൈപ്പ് ആക്കി, മൈലിനേറ്റഡ് ആൻഡ് നോൺ മൈലിനേറ്റഡ്. ആൻഡ് ഈ മൈലിനേറ്റഡ് നെർവ് ഫൈബേഴ്സിന്റെ പ്രത്യേകത എന്താ? അവർക്ക് എന്തുണ്ട്? അവരുടെ ഫൈബർ ഇസ് എൻവലപ്ഡ് വിത്ത് ഷ്വാൻ സെൽസ്. ഈ ഷ്വാൻ സെൽസ് എന്ത് ചെയ്യും? മൈലിൻ ഷീത്ത് ഉണ്ടാക്കും അറൌണ്ട് ദി ആക്സിന് ചുറ്റും ഫോം ചെയ്യുന്ന ഷീത്തിന്റെ പേര് മൈലിൻ ഷീത്ത്. ഉണ്ടാക്കുന്നത് ആരാ? ഷ്വാൻ സെൽസ്. ഇനി ഞാൻ ചോദിക്കട്ടെ, അൺമൈലിനേറ്റഡ് ആക്സൻസിൽ ഷ്വാൻ സെൽസ് ഉണ്ടോ? ഷ്വാൻ സെൽസ് ഉണ്ട്, പക്ഷെ അവര് ജസ്റ്റ് എന്താ മൈലിൻ ഷീത്ത് ഉണ്ടാക്കില്ല എന്നേ ഉള്ളൂ. ആൻഡ് ഈ മൈലിൻ ഷീത്ത് ഫോം ചെയ്യുമ്പോൾ അതിന് നടുക്ക് നമ്മൾ ഗ്യാപ്പ് കണ്ടിരുന്നു, 2 അഡ്ജസന്റ് മൈലിൻ ഷീത്തിന്. അതിനെ നമ്മൾ നോട്ട്സ് ഓഫ് റാൻവിയർ എന്ന് വിളിച്ചു. ആൻഡ് മൈലിനേറ്റഡ് നെർവ് ഫൈബേഴ്സ് എന്തിലൊക്കെയാണ് കാണുന്നത് വെച്ചാൽ, എക്സാമ്പിൾ എന്താ? മൈലിനേറ്റഡ് നെർവ് ഫൈബേഴ്സ് ആർ ഫൗണ്ട് ഇൻ സ്പൈനൽ ആൻഡ് ക്രേനിയൽ നെർവ്സ്. അൺമൈലിനേറ്റഡോ? അൺമൈലിനേറ്റഡിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അവർക്ക് ഷ്വാൻസൽ ഉണ്ട്. ഒരു MCQ ചോദിക്കാണ്, അൺമൈലിനേറ്റഡ് നെർവ് ഫൈബേഴ്സിന് ഷ്വാൻസൽ ഉണ്ട്, മൈലിൻ ഷീത്ത് ഉണ്ട് എന്നാണോ ശരി? ഷ്വാൻസൽ ഉണ്ട് പക്ഷെ മൈലിൻ ഷീത്ത് ഇല്ല എന്നാണോ? അല്ല, ഷ്വാൻസെല്ലും ഇല്ല മൈലിൻ ഷീത്തും ഇല്ല. ഇതിൽ ഏതാ ശരി എന്ന് വെച്ചാൽ നമുക്ക് പറയണം ഷ്വാൻസെൽ ഉണ്ട്, പക്ഷെ ഡസ് ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് ഫോം എ മൈലിൻ ഷീത്ത്. ജസ്റ്റ് ഒരു മൈലിൻ ഷീത്ത് ഉണ്ടാക്കില്ല. ഇനി അതെവിടെയാ വേണ്ടത്? ഓട്ടോണോമസ് ആൻഡ് സോമാറ്റിക് ന്യൂറൽ സിസ്റ്റം. മൈലിനേറ്റഡ് എവിടെ കണ്ടു? ക്രേനിയൽ ആൻഡ് സ്പൈനൽ നെർവ്സിലും. നോൺ മൈലിനേറ്റഡ് ഓട്ടോണോമസ് ആൻഡ് സോമാറ്റിക് ന്യൂറൽ സിസ്റ്റം. അപ്പോ ഇത്രയും നമ്മൾ കണ്ടു. ഞാൻ ഈ ഡയഗ്രാം നോക്കുക. ഈ ഡയഗ്രത്തിൽ എന്തൊക്കെ കണ്ടു? ഫസ്റ്റ് കുറെ ഷോർട്ട് ബ്രാഞ്ചസ് റിപ്പീറ്റഡ്ലി. ആൻഡ് ഈ ഡെൻഡ്രൈറ്റ്സിൽ നിസിൽ ഗ്രാന്യൂൾസ് ഉണ്ടോ എന്ന് വെച്ചാൽ അതും ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ ചോദിക്കും ഡെൻഡ്രൈറ്റ്സിൽ കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് നിസിൽ ഗ്രാന്യൂൾ ആണോ അല്ല പ്രസന്റ് ആണോ എന്ന് വെച്ചാൽ നമ്മൾ പറയാൻ പറ്റണം എന്ത്? ഡെൻഡ്രൈറ്റ്സിൽ നമുക്ക് ഡയഗ്രത്തിൽ തന്നെ കാണാൻ പറ്റും നിസിൽ ഗ്രാന്യൂൾസ് ഉണ്ട്, കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. നിസിൽ ഗ്രാന്യൂൾസ് എന്താന്ന് പഠിച്ചു, സെൽ ബോഡി എന്താന്ന് പഠിച്ചു, ന്യൂക്ലിയസ് ഉണ്ട് എന്ന് അറിയാം. ആൻഡ് ആക്സനിൽ ഷ്വാൻ സെൽസ് ഉണ്ട്, ഇതാണ് ഷ്വാൻ സെൽ. ആൻഡ് അവർ ഫോം ചെയ്യുന്ന ഷീത്തിനെ നമ്മൾ വിളിച്ചു മൈലിൻ ഷീത്ത്. ഈ 2 അഡ്ജസന്റ് മൈലിൻ ഷീത്തിന്റെ നടുക്കുള്ള ഗ്യാപ്പിനെ നമ്മൾ എന്ത് വിളിച്ചു? നോഡ് ഓഫ് റാൻവിയർ. ആൻഡ് നമുക്കറിയാം ആക്സൺ ഇസ് എ ലോങ് ബ്രാഞ്ച്. ആൻഡ് അതിന്റെ ഡിസ്റ്റൽ എൻഡില് ചെറിയ ബ്രാഞ്ചിങ് ഉണ്ട്. ആൻഡ് ഈ ബ്രാഞ്ചിങ് ടെർമിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? സൈനാപ്റ്റിക് നോബോ ആയിട്ടാണ് ടെർമിനേറ്റ് ചെയ്യുന്നത്. ഈ സൈനാപ്റ്റിക് നോബില് എന്ത് കണ്ടെയ്ൻ ചെയ്യും? സൈനാപ്റ്റിക് വെസൈക്കിൾ ഉണ്ട്. ആൻഡ് ഈ സൈനാപ്റ്റിക് വെസൈക്കിൾസ് എന്ത് കണ്ടെയ്ൻ ചെയ്യുന്നതാണ്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ജനറേഷൻ ആൻഡ് കണ്ടക്ഷൻ ഓഫ് നെർവ് ഇമ്പൾസ്. നമുക്കറിയാം ന്യൂറോൺസ് എക്സൈറ്റബിലിറ്റി കാണിക്കുന്ന ടൈപ്പ് ഓഫ് സെൽസ് ആണ്. ആൻഡ് അവരുടെ മെംബ്രെയിൻസ് ഈ എക്സൈറ്റബിലിറ്റി എന്ന് പറഞ്ഞ ഫീച്ചർ ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ മെംബ്രെയിൻസ് എപ്പോഴും ഒരു പോളറൈസ്ഡ് സ്റ്റേറ്റിലായിരിക്കും. പോളറൈസ് എന്ന് പറഞ്ഞാൽ പോളാർ, അതായത് ചാർജസിന്റെ സെപ്പറേഷൻ അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. അതായത് ഒരു സ്ഥലത്ത് എന്നുവെച്ചാൽ ന്യൂട്രൽ അല്ല, ജസ്റ്റ് ഒരു പോളറൈസേഷൻ കാണിക്കുന്നുണ്ട്. ആൻഡ് ഇതെന്തുകൊണ്ടാണ് മെംബ്രെയിൻ ഓഫ് ന്യൂറോൺ പോളറൈസ്ഡ് ആയിരിക്കുന്നത് നമ്മളിപ്പോ കാണാൻ പോകും. എന്തുകൊണ്ടാണ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അയൺ ചാനൽസ്, വേറെ ടൈപ്പിലുള്ള
അയൺ ചാനൽസ് എവിടെയുണ്ട്? ഈ ന്യൂറൽ മെംബ്രെയിനിൽ ഉണ്ട്. ആൻഡ് ഈ അയൺ ചാനൽസ് എങ്ങനെയാ? സിലക്റ്റീവ്ലി പെർമിയബിൾ ആണ്. ഡിഫറെന്റ് അയൺസ് സെലക്റ്റീവ്ലി പെർമിയബിൾ എന്ന് വെച്ചാൽ എല്ലാത്തിനെയും കയറ്റിവിടില്ല, ചില സാധനങ്ങൾ മാത്രം അലൗ ചെയ്യും ഇൻസൈഡ്. അപ്പൊ സെലക്റ്റീവ്ലി പെർമിയബിലിറ്റി കാണിക്കുന്ന എന്തുണ്ട്? അയൺ ചാനൽസ് ഉണ്ട്. എവിടെ? ന്യൂറൽ മെംബ്രെയിനിൽ. ആൻഡ് ഒരു ന്യൂറോൺ വെറുതെ ഇരിക്കാൻ, അതായത് ഒരു പണി എടുക്കാണ്ട്, അതായത് ഇമ്പൾസ് കണ്ടക്ഷൻ, ന്യൂറോണിന്റെ പണി എന്താ? ഇമ്പൾസ് കണ്ടക്ഷൻ. അത് ചെയ്യാണ്ട് റെസ്റ്റ് ചെയ്ത് ഇരിക്കുകയാണെങ്കിൽ അതിന്റെ ആക്സിനൽ മെംബ്രെയിനിൽ അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ ഇത് മിക്ക തവണയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണുന്നതാണ്. റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ ഒരു ന്യൂറോണിന്റെ ആക്സിനൽ മെംബ്രെയിന്റെ പെർമിയബിലിറ്റി എങ്ങനെയായിരിക്കും? മോർ പെർമിയബിൾ ടു പൊട്ടാഷ്യം അയൺസ് ആൻഡ് ഇംപെർമിയബിൾ, അതായത് കടത്തി വിടുന്നേ ഇല്ല. ആര്? സോഡിയം അയൺസ്. അത് ആ സെന്റൻസ് നോട്ട് ചെയ്ത് വെക്കാം. ആക്സിനൽ മെംബ്രെയിൻ ആരോടാണ് പെർമിയബിലിറ്റി കാണിക്കുന്നത്, ആരോടാണ് ഇംപെർമിയബിലിറ്റി കാണിക്കുന്നത്. സിമിലർലി ഈ ഇംപെർമിയബിലിറ്റി Na+ അയൺസിനോട് മാത്രമല്ല, വേറൊരു സാധനത്തോടും കൂടി കാണിക്കുന്നുണ്ട്. എങ്ങനെ? ഇംപെർമിയബിൾ ടു നെഗറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടീൻസ്. നെഗറ്റീവ് ചാർജുള്ള പ്രോട്ടീൻസിനുമായിട്ടും ഇംപെർമിയബിലിറ്റി കാണിക്കുന്നുണ്ട്. ആൻഡ് അപ്പൊ എന്താ പറ്റുക? ആക്സോപ്ലാസം, അതായത് ആക്സന്റെ ഉള്ളിലുള്ള ആ സൈറ്റോപ്ലാസം അല്ലെങ്കിൽ ആ കണ്ടന്റ് നിറഞ്ഞിരിക്കുന്ന ആക്സോപ്ലാസിന്റെ കോൺസെൻട്രേഷൻ എമൗണ്ട് നോക്കിയാൽ എന്ത് കാണാൻ പറ്റും? ഒരു ഹൈ കോൺസെൻട്രേഷൻ ഓഫ് K+ഉം നെഗറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടീൻസും ആൻഡ് ലോ കോൺസെൻട്രേഷൻ ഓഫ് Na+, അതായത് സോഡിയം. അപ്പൊ നമ്മൾ ടെസ്റ്റിംഗ് സ്റ്റേറ്റിൽ ആക്സോപ്ലാസിന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അയൺസിന്റെ എമൗണ്ട് നോക്കി കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും? ഹൈ കോൺസെൻട്രേഷൻ ഓഫ് എന്തൊക്കെ? ലോ കോൺസെൻട്രേഷൻ ഓഫ് എന്തൊക്കെ? ഹൈ കോൺസെൻട്രേഷൻ ഓഫ് K+ ആൻഡ് നെഗറ്റീവ്ലി ചാർജ് പ്രോട്ടീൻ ആൻഡ് ലോ കോൺസെൻട്രേഷൻ ഓഫ് Na+. ഇനി ഇത് ഉള്ളിലത്തെ അല്ലെങ്കിൽ ആക്സോപ്ലാസിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി ഫ്ലൂയിഡ് ഔട്ട്സൈഡ് ദി ആക്സൺ എടുത്തു നോക്കിയാൽ എങ്ങനെയായിരിക്കും? അവർക്ക് K+ന് ലോ കോൺസെൻട്രേഷനും Na+ന് ഹൈ കോൺസെൻട്രേഷനും ആയിരിക്കും. അപ്പോ ഇങ്ങനെ ഒരു കോൺസെൻട്രേഷൻ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയാൻ പറ്റും? ഓൾറെഡി അവരൊരു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഫോം ചെയ്യുന്നുണ്ട്. അതായത് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് സെറ്റ് ആയിട്ടുണ്ട് ഓൾറെഡി. ആൻഡ് ദീസ് അയണിക് ഗ്രേഡിയൻസ് അക്രോസ് ദി റെസ്റ്റിംഗ് മെംബ്രെയിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്? ഈ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഒരു സോഡിയം പൊട്ടാഷ്യം പമ്പ് ഉണ്ട്. ആൻഡ് ഈ സോഡിയം പൊട്ടാഷ്യം പമ്പിന്റെ ട്രാൻസ്പോർട്ട് നിർവഹിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് സഹായിക്കും. എങ്ങനെ? പമ്പ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആയിരിക്കും നടത്തുന്നത്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ കുറഞ്ഞിടത്തുനിന്ന് കൂടിയിടത്തേക്കും പോകാൻ പറ്റും വിത്ത് ദ യൂസ് ഓഫ് എനർജി. ആൻഡ് ഈ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്താ ചെയ്യുന്നത്? 3 Na+ ഔട്ട്വേർഡ്സ് ആൻഡ് 2 K+ ഇൻടു ദി സെൽ. ഇതും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തിന്? കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഫോർമേഷൻ. അപ്പൊ ഈ പാരഗ്രാഫിൽ തന്നെ എത്രയോ പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്തൊക്കെ? റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ ആക്സിനൽ മെംബ്രെയിൻ പെർമിയബിലിറ്റി കാണിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഇത്രയും സാധനങ്ങൾ. ആൻഡ് ഈ പെർമിയബിലിറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആക്സോപ്ലാസത്തിന്റെ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിനെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാ? സോഡിയം പൊട്ടാഷ്യം പമ്പ്. അതിൽ എത്ര Na+ ആണ് എങ്ങോട്ടാണ് പോകുന്നത് ആൻഡ് എത്ര K+ ആണ് എങ്ങോട്ടാണ് പോകുന്നതെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. ആൻഡ് നമ്മൾ ആക്സോപ്ലാസത്തിന്റെ കോൺസെൻട്രേഷൻ എടുത്തു നോക്കിയാൽ K+ന്റെയും നെഗറ്റീവ്ലി ചാർജ് പ്രോട്ടീൻസിന്റെയും സോഡിയത്തിന്റെയും കുറവാണോ കൂടുതലാണോ എന്നുള്ളതും കൂടി അറിഞ്ഞിരിക്കണം. അപ്പൊ എന്തായി? നമുക്കറിയാം ഇൻസൈഡ് എന്തൊക്കെ കൂടുതൽ? K+ഉം നെഗറ്റീവ്ലി ചാർജ് പ്രോട്ടീൻസും ആക്സോപ്ലാസിന്റെ കൂടിക്കിടക്കാണ്. ആൻഡ് അപ്പൊ നമ്മൾ ഔട്ടർ സർഫസ് ആക്സിനൽ മെംബ്രെയിൻ എങ്ങനെയായിരിക്കും? കുറച്ചൊരു പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ആൻഡ് ഇന്നർ സർഫസ് എങ്ങനെയായിരിക്കും? ബിക്കംസ് നെഗറ്റീവ്ലി ചാർജ്. അങ്ങനെ സർഫസ് പുറത്ത് പോസിറ്റീവും ഉള്ളില് നെഗറ്റീവും ആവുമ്പോൾ നമ്മൾ ആ സ്റ്റേറ്റിനെ വിളിക്കുന്നതാണ് പോളറൈസ്ഡ് സ്റ്റേറ്റ്. അതായത് ചാർജിന്റെ സെപ്പറേഷൻ നടന്നു കഴിഞ്ഞോണ്ട് പോളാരിറ്റി ഡെവലപ്പ് ചെയ്തു. പോസിറ്റീവ് നെഗറ്റീവ് രണ്ട് സൈഡ് വിസിബിൾ ആയി കണ്ടു കഴിഞ്ഞു. ആൻഡ് ഈ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് കീ പോയിന്റ് എന്താ? റെസ്റ്റിംഗ് പ്ലാസ്മ മെംബ്രെയിനിന്റെ ചുറ്റുള്ള ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മൾ എന്ത് വിളിച്ചു? റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. പേരിൽ തന്നെ ഉണ്ട്. റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ സ്റ്റാൻഡ്സ് ഫോർ റെസ്റ്റിംഗ് പ്ലാസ്മ മെംബ്രെയിന്റെ
അക്രോസ് ഉള്ള ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇനി ഒരു സ്റ്റിമുലസ് വരുന്നു, ഒരു സ്റ്റിമുലസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. സ്റ്റിമുലസ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്താ പറ്റുക, ഈ പോളറൈസ്ഡ് മെംബ്രെയിനിൽ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ സ്റ്റിമുലസ് അപ്ലൈ ചെയ്ത സ്ഥലത്ത് അവര് ഫ്രീലി പെർമിയബിൾ ആവും. എന്തിന്? Na+നോട്. ഇത്രയും നേരം എങ്ങനെയായിരുന്നു? റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ ഇംപെർമിയബിൾ ആയിരുന്നു Na+നോട്, നെഗറ്റീവ്ലി ചാർജ് പ്രോട്ടീൻസിനോട്. പക്ഷെ ഇപ്പൊ സഡൻലി സ്റ്റിമുലസ് വന്നപ്പോ അത്രയും ഭാഗം മാത്രം ഫ്രീലി പെർമിയബിൾ ആവും. എന്തിനോട്? Na+നോട് മാത്രം. ആൻഡ് Na+നോട് പെർമിയബിലിറ്റി കാണിച്ചാൽ പിന്നെ എന്താ സംഭവിക്കുക? റാപ്പിഡ് ഇൻഫ്ലക്സ് ഓഫ് Na+. ചറവറ ഉള്ളോട്ട് വരാൻ തുടങ്ങും. ഫോളോഡ് ബൈ ആ സ്ഥലത്തെ പൊളാരിറ്റി എന്താ? റിവേഴ്സൽ നടക്കും. കാരണം എന്താ? നമ്മളൊക്കെ അറിയാം, ഓൾറെഡി ഉള്ളിൽ നെഗറ്റീവും പുറത്ത് പോസിറ്റീവ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ പുറത്തെ പോസിറ്റീവ് ചാർജ് ഉള്ളിലേക്ക് വരികയാണ്. അങ്ങനെ ഉള്ളിലോട്ട് വരുമ്പോൾ റിവേഴ്സൽ ഓഫ് പോളാരിറ്റി നടന്ന് ഔട്ടർ സർഫസ് നെഗറ്റീവ്ലി ചാർജും. കാരണം സോഡിയം Na+ അവിടുന്ന് കുറഞ്ഞ് ഉള്ളോട്ട് കയറിപ്പോയി. ആൻഡ് ഇന്നർ സർഫസ് പതുക്കെ പോസിറ്റീവ് ചാർജും. കാരണം ഉള്ളിലോട്ടാണല്ലോ വന്നത് Na+. അപ്പോ Na+ കാരണം ഉള്ളിലത്തെ സൈഡ് പോസിറ്റീവ്ലി ചാർജും ആയി. ആ സ്റ്റേജിന് നമ്മൾ സഡൻലി പൊളാരിറ്റി, ആ മെംബ്രെയിന്റെ അക്രോസിലെ പൊളാരിറ്റി റിവേഴ്സ് ആയതുകൊണ്ട് നമ്മൾ അതിനെ പെട്ടെന്ന് വിളിക്കുന്ന പേരാണ് ഡീപോളറൈസ്ഡ് സ്റ്റേറ്റ്. ഇനി ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഈ സമയത്ത് ഡീപോളറൈസ്ഡ് സ്റ്റേറ്റിലെ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി പ്ലാസ്മ മെംബ്രെയിൻ, സൈറ്റ് എയിൽ സംഭവിച്ചെന്ന സ്റ്റിമുലസ് വന്നു ആൻഡ് റിവേഴ്സൽ ഓഫ് പൊളാരിറ്റി നടന്നു. അതിന് ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് വിളിച്ചു. റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ അക്രോസ് ദി റെസ്റ്റിംഗ് മെംബ്രെയിൻ ആയിരുന്നു. പക്ഷെ ഇപ്പൊ റെസ്റ്റിംഗ് മെംബ്രെയിൻ ഒക്കെ മാറി, പതുക്കെ സ്റ്റിമുലസ് വന്ന് എല്ലാം റിവേഴ്സൽ നടന്നു. അപ്പോ ആ റിവേഴ്സൽ നടന്നു കഴിഞ്ഞുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ വിളിച്ചു ആക്ഷൻ പൊട്ടൻഷ്യൽ. ഇതിന്റെ വേറൊരു ടേം ആണ് നെർവ് ഇമ്പൾസ്. നെർവ് ഇമ്പൾസ് നിങ്ങൾ കേൾക്കുമ്പോൾ അപ്പൊ എന്താ ഉടനെ മനസ്സിലേക്ക് വന്നത്? അത് ആക്ച്വലി ആക്ഷൻ പൊട്ടൻഷ്യൽ തന്നെയാണ്. ഇനി നമുക്കറിയാം സൈറ്റ് എയിൽ കുറച്ച് ചേഞ്ചസ് വന്നു. ഇനി ഇമ്മീഡിയറ്റ്ലി അതിന്റെ തൊട്ടടുത്തുള്ള അഡ്ജസന്റ് അല്ലെങ്കിൽ അതിന്റെ ഹെഡ് ആയിട്ടുള്ള ആക്സൺ അടുത്ത സൈറ്റിൽ എന്താവും? സൈറ്റിൽ ഓപ്പോസിറ്റ് ആയിരുന്നു. അതായത് പുറത്ത് പോസിറ്റീവും ഉള്ളിൽ നെഗറ്റീവും ആയിരുന്നു. പക്ഷെ നമുക്കറിയാം കറന്റ് ഫ്ലോ ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി എന്റെ റിവേഴ്സിൽ നടന്നു. അപ്പോ എയില് ഇത്രയും ഭാഗം എയും ഇത്രയും ഭാഗം ബിയും ആയിരുന്നെങ്കിൽ എയിൽ ഇപ്പൊ എങ്ങനെയാ? ഉള്ളില് പോസിറ്റീവും ഇവിടെ നെഗറ്റീവും ആണ്. പക്ഷെ ബിയിൽ സ്റ്റിമുലസ് ഒന്നും വന്നിട്ടില്ല, ഡിഫറൻസ് ഒന്നുമില്ല. അപ്പൊ മുമ്പ് ഉണ്ടായ പോലെ റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ ഉണ്ടായ പോലെ പുറത്ത് പോസിറ്റീവും ഉള്ളിൽ നെഗറ്റീവ് ആയിരുന്നു. ഇവിടെ പോസിറ്റീവും ഇവിടെ ഉള്ളിൽ നെഗറ്റീവും ആവുന്നതുകൊണ്ട് അവിടെ എന്തുണ്ടാവും? ഒരു കറന്റ് ഫ്ലോ ചെയ്യും ഇന്നർ സർഫസിൽ നിന്ന്. എങ്ങോട്ട്? ഇത് ഇന്നറും ഇത് ഔട്ടറും ആണ്. അപ്പൊ ഇന്നർ സർഫസിൽ നിന്ന് എയിൽ നിന്ന് ബിയിലേക്ക് ഒരു കറന്റ് ഫ്ലോ നടക്കും. പക്ഷെ പുറത്തത്തെ കറന്റ് ഫ്ലോ എങ്ങനെയാ? ബിയിൽ നിന്ന് എയിലേക്കാണ്. കാരണം അവിടുത്തെ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കല്ലേ എപ്പോഴും കറണ്ട് പോവാ. അപ്പോ ബിന്ന് എയിലേക്കാണ് പുറത്തുനിന്ന് കറണ്ട് ഫ്ലോ ആൻഡ് ഉള്ളിൽ നിന്ന് എയിൽ നിന്ന് ബിയിലേക്കും പോയി. ഇനി ദ ഹോൾ സർക്യൂട്ട്, ഇതെന്താ? ദ ഹോൾ സർക്യൂട്ട് ഓഫ് കറന്റ് ഫ്ലോ ഇസ് കംപ്ലീറ്റഡ്. ആൻഡ് ഇതിന്റെ എൻഡിൽ എന്താ സംഭവിക്കുക? അതൊക്കെ സൈറ്റ് ബിയിലും റിവേഴ്സൽ നടന്നു. അതായത് സൈറ്റ് ബിയിലേക്ക് പോസിറ്റീവ് അയൺസ് ഓൾറെഡി വന്നു കഴിഞ്ഞു. അവിടെയും അപ്പൊ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ആയി. അല്ലെങ്കിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്താ? അതിന്റെ ടേം ആണ് എന്ത്? നെർവ് ഇമ്പൾസ്. ദസ് ദ ഇമ്പൾസ് അല്ലെങ്കിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യാണ്. നെർവ് ഇമ്പൾസിന്റെ ഇമ്പൾസും ആക്ഷൻ പൊട്ടൻഷ്യലും എയിൽ നിന്ന് ജനറേറ്റ് ആയ ആക്ഷൻ പൊട്ടൻഷ്യൽ ബിയിലേക്ക് പതുക്കെ എത്താണ്. ആൻഡ് ഈ സീക്വൻസ്, ഈ കറന്റ് ഫ്ലോവും ചാർജ് ട്രാൻസ്ഫറും ഒക്കെ എങ്ങോട്ടേക്ക് കൂടിക്കൂടി വരും അല്ലെങ്കിൽ എങ്ങോട്ടേക്ക് മാറി മാറി വരും? നീങ്ങി അലോങ് ദി ലെങ്ത് ആൻഡ് കോൺസിക്വന്റ്ലി ഒരു ഇമ്പൾസ് കണ്ടക്റ്റഡ് ആയി. നമുക്കറിയാം എയിലായിരുന്നു ആദ്യം സ്റ്റിമുലസ് വന്ന് ഈ റിവേഴ്സൽ എത്രയും കോസ് ചെയ്തത്. ആ ഒരു ജസ്റ്റ് ഒരു സ്റ്റിമുലസ് കാരണം ദ ഹോൾ അലോങ് ദി ലെങ്ത് ഓഫ് ദി ആക്ഷൻ ഇമ്പൾസ് കണ്ടക്ഷൻ നടന്നു കഴിഞ്ഞു. ആൻഡ് നമുക്ക് ഒരു കാര്യം കൂടെ പറയാണ്, എന്ത്? ഈ സ്റ്റിമുലസ് ഇൻഡ്യൂസ്ഡ് പെർമിയബിലിറ്റി ടു Na+. ഇവിടെ അതാണുള്ളത്, സ്റ്റിമുലസ് ഇൻഡ്യൂസ്ഡ് പെർമിയബിലിറ്റി. അത് ഭയങ്കര ഷോർട്ട് ലിവ്ഡ് ആണ്, എക്സ്ട്രീംലി ഷോർട്ട് ലിവ്ഡ്. അത് ഇത്രയും സാധനങ്ങൾ എത്ര സെക്കൻഡ്സിന്റെയും കുറെ കുറവിൽ അല്ലെങ്കിൽ മില്ലി മൈക്രോ സെക്കൻഡ്സിലാണ് ഇത്രയും കാര്യങ്ങൾ നടക്കുന്നത്. ആൻഡ് ഇത് കഴിഞ്ഞ ഉടനെ എന്താ പറ്റുക? ഇമ്പൾസ് കണ്ടക്ഷൻ കഴിഞ്ഞ ഉടനെ ഇറ്റ് ഇസ് ക്വിക്ലി ഫോളോഡ് ബൈ റൈസ് ഇൻ പെർമിയബിലിറ്റി ടു K+. പതുക്കെ പഴയ പോലെ തന്നെ
പോവാണ്. അതായത് K+നോട് പെർമിയബിലിറ്റി കൂടുതൽ. K+നോട് പെർമിയബിലിറ്റി ഇപ്പൊ കൂടി വന്നു. എന്നിട്ട് അപ്പൊ എന്താ പറ്റുക? K+ ഡിഫ്യൂസസ് ഔട്ട്സൈഡ് ദി മെംബ്രെയിൻ. ആൻഡ് ഈ K+ന്റെ ഔട്ട്സൈഡിലേക്ക് പുറത്തേക്കുള്ള ഡിഫ്യൂഷൻ ആണ് നമ്മുടെ റെസ്റ്റിംഗ് പൊട്ടൻഷ്യലിനെ റീസ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്നത്. എങ്ങനെ? എന്നിട്ട് റീസ്റ്റോർ ചെയ്തിട്ട് ആ ആക്ഷൻ എന്താവും? ആക്ഷൻ ഒന്നുകൂടി പഴയ രീതിയിലാവും. പഴയ രീതി എന്ന് വെച്ചാൽ അഗെയിൻ റെസ്പോൺസിവ് ടു ഫർദർ സ്റ്റിമുലേഷൻ. ഇനിയും ഒരു പുതിയ സ്റ്റിമുലസ് വന്നാൽ പതുക്കെ റെസ്റ്റിംഗിൽ ആക്ഷൻ പൊട്ടൻഷ്യലേക്ക് പോകാനുള്ള കേപ്പബിലിറ്റി ഉള്ള രീതിയിലേക്ക് മാറിപ്പോവും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇമ്പൾസ് ട്രാൻസ്ഫറിന്റെ ഈ ഡയഗ്രാം വെച്ച് പറയുകയാണെങ്കിലും എന്താ പറ്റുക? ആദ്യം നമുക്കറിയാം, ആദ്യം ഉള്ളില് നെഗറ്റീവ് ചാർജും പുറത്ത് പോസിറ്റീവ് ചാർജും ആയിരുന്നു. പക്ഷെ സ്റ്റിമുലസ് എയിൽ വന്നപ്പോ എ എന്ന് പറഞ്ഞ പോയിന്റിൽ എന്താ പറ്റുക? അവിടെ ഫ്രീലി പെർമിയബിലിറ്റി കാണിക്കാൻ തുടങ്ങും. എങ്ങോട്ട്? Na+. നമുക്കറിയാം ഒരു പോസിറ്റീവ് ചാർജ് ആണ്. പോസിറ്റീവ് ചാർജ് ഉള്ളോട്ട് വരുമ്പോൾ ഉള്ളിലും പോസിറ്റീവായി. ഇനി ഉള്ളിൽ പോസിറ്റീവ് ആണ്, പക്ഷെ ഇത്രയും ഭാഗത്തിൽ സ്റ്റിമുലസ് ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു, ഈ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ലായിരുന്നു. അപ്പൊ ഉള്ളിൽ തന്നെ ഒരു കറന്റ് ഫ്ലോ നടക്കാണ് പോസിറ്റീവിന് നെഗറ്റീവിലേക്ക്. ആൻഡ് ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ഇവിടുന്നും പോസിറ്റീവിന് നെഗറ്റീവിലേക്ക് പതുക്കെ കറന്റ് ഫ്ലോ ഇത് ഫുൾ സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. ആൻഡ് ഈ ട്രാൻസ്ഫർ അലോങ് ദി ലെങ്ത് സ്പ്രെഡ് ആയിക്കൊണ്ടുവരികയാണ്. ആൻഡ് അങ്ങനെ ഫൈനലി ഈ പ്രോസസ്സിന്റെ എൻഡിൽ ഇമ്പൾസ് ഇസ് കണ്ടക്ടഡ് എന്ന് പറഞ്ഞു. ആൻഡ് ഈ സ്റ്റിമുലസ് എക്സ്ട്രീംലി ഷോർട്ട് ലിവ്ഡ് ആയതുകൊണ്ട് തന്നെ അഗെയിൻ പഴയ പോലെ K+നോട് പെർമിയബിലിറ്റി കൂടും. K+ പതുക്കെ ഡിഫ്യൂസ് ഔട്ട് ആവും, പുറത്തേക്ക് പോകാൻ തുടങ്ങും. ആൻഡ് അവര് റീസ്റ്റോർ ചെയ്യും എന്ത്? റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ഓഫ് ദി മെംബ്രെയിൻ. ഇത്രയും കാര്യങ്ങളാണ് നെർവ് ഇമ്പൾസിന്റെ കണ്ടക്ഷനിലും ഇമ്പൾസ് കണ്ടക്ഷനിലും നെർവ് ഇമ്പൾസ് എന്താന്നുള്ളതും ജനറേഷൻ ആൻഡ് കണ്ടക്ഷൻ ഓഫ് നെർവ് ഇമ്പൾസിന് വരുന്നത്. അപ്പൊ നമ്മൾ എന്താ കണ്ടു? ആദ്യം സ്ട്രക്ചർ കണ്ടു. ഈ സ്ട്രക്ചർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കണ്ടു. നമ്മൾ എന്ത് കണ്ടു? ജനറേഷൻ ആൻഡ് കണ്ടക്ഷൻ ഓഫ് നെർവ് ഇമ്പൾസ് കണ്ടു. ഇനി അടുത്ത ടോപ്പിക് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ് ആണ്. ഇപ്പൊ നമ്മൾ എന്താ കണ്ടത്? ആക്ച്വലി ഒരു ആക്സണൽ മെംബ്രെയിൻ ആക്ഷൻ നമ്മൾ ആദ്യം ഓൾറെഡി വരച്ചിരുന്നു. എങ്ങനെ? കുറെ ബ്രാഞ്ച് ഉള്ള ഒരു സെൽ ബോഡി വരച്ച് അതിനൊരു ടെയിൽ പോലെ വന്ന് അതിന് നമ്മൾ ആക്സൺ, അതിന്റെ അറ്റത്ത് സൈനാപ്റ്റിക് നോബും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒക്കെ ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി ആദ്യം കണ്ടിരുന്നു. ഇനി നമ്മൾ ഈ ആക്സണൽ മെംബ്രെയിനിൽ എന്താ നടക്കുന്നത്? ആൻഡ് ഇതിനോട് വിത്തിൻ എ ന്യൂറോൺ ഈ പോയിന്റ് ഈ പോയിന്റിലേക്ക്, ഈ പോയിന്റ് ഈ പോയിന്റിലേക്കുള്ള കണ്ടക്ഷൻ ആണ് പഠിച്ചത്. ഇനി നമ്മൾ ഒരു ഹോൾ ന്യൂറോണിന് അടുത്ത് നിൽക്കുന്ന അടുത്ത ന്യൂറോണിലേക്കുള്ള ട്രാൻസ്മിഷൻ ആണ് കാണാൻ പോകുന്നത്. ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ്. നെർവ് ഇമ്പൾസ് ഒരു ന്യൂറോണിന്ന് അടുത്ത ന്യൂറോണിലേക്ക് പോകുന്നതിന്റെ ആ ജംഗ്ഷനെ നമ്മൾ എന്താ വിളിക്കുക? ആ ജംഗ്ഷനെ നമ്മൾ വിളിച്ച പേര് സൈനാപ്സസ് എന്ന് വിളിച്ചു. ആൻഡ് സൈനാപ്സ് ഇസ് ഫോംഡ് ബൈ വാട്ട് എന്ന് വെച്ചാൽ എന്ത് പറയും? ബൈ ദ മെംബ്രെയിൻസ് ഓഫ് എ പ്രീ സൈനാപ്റ്റിക് ന്യൂറോൺ ആൻഡ് എ പോസ്റ്റ് സൈനാപ്റ്റിക് ന്യൂറോൺ. ഒരു ന്യൂറോൺ ഉണ്ട്, അടുത്ത ന്യൂറോൺ ഉണ്ട്. ഈ ജംഗ്ഷനെ, ഒരു ന്യൂറോണിന് അടുത്ത ന്യൂറോണിലേക്കുള്ള ജംഗ്ഷനെ നമ്മൾ സൈനാപ്സ് എന്ന് വിളിച്ചു. ഈ സൈനാപ്സ് എന്തുകൊണ്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്? പ്രീ സൈനാപ്റ്റിക്കിന് മുമ്പുള്ള സൈനാപ്സിന് മുമ്പുള്ള ന്യൂറോണിന്റെയും അത് കഴിഞ്ഞുള്ള പോസ്റ്റ് സൈനാപ്റ്റിക് ന്യൂറോണിന്റെയും അതിന്റെ മെംബ്രെയിൻസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് സൈനാപ്സ്. ആൻഡ് ഇതിന് ഇറ്റ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ എ ഗ്യാപ്പ്, അല്ലെങ്കിൽ വിച്ച് മേ നോട്ട് ബി. അതിന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഒരു സൈനാപ്സിൽ പ്രീ സൈനാപ്റ്റിക് ന്യൂറോണും പോസ്റ്റ് സൈനാപ്റ്റിക് ന്യൂറോണും തമ്മിൽ ചിലപ്പോൾ ഗ്യാപ്പ് ഉണ്ടാവാം. ആ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സൈനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് വിളിച്ചു. ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ there are 2 types of synapses. എന്തൊക്കെ? നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ 2 ടൈപ്സ് ഓഫ് സൈനാപ്സ് കാണും. ഇലക്ട്രിക്കൽ സൈനാപ്സസ് ആൻഡ് കെമിക്കൽ സൈനാപ്സസ്. ഇലക്ട്രിക്കൽ സൈനാപ്സിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇലക്ട്രിക്കൽ ഈ പ്രീ ആൻഡ് പോസ്റ്റ് സൈനാപ്റ്റിക് ന്യൂറോൺസ് ഭയങ്കര അടുത്താണ് ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഭയങ്കര ക്ലോസ് പ്രോക്സിമിറ്റിയിൽ ലൈ ചെയ്യുന്നു. ആൻഡ് അപ്പൊ എന്താ പറ്റുക? ക്ലോസ് പ്രോക്സിമിറ്റിയിൽ ആയതുകൊണ്ട് തന്നെ ഒരു ന്യൂറോണിന്ന് അടുത്ത ന്യൂറോണിലേക്ക് ഡയറക്റ്റ് ട്രാൻസ്ഫർ ഓഫ് ഇമ്പൾസ് നടക്കും, ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ട്രാൻസ്മിഷൻ ഓഫ് എൻ ഇമ്പൾസ് അക്രോസ് ഇലക്ട്രിക്കൽ സൈനാപ്സിസ് ഇസ് വെരി സിമിലർ ടു, അതായത് ഇമ്പൾസ് കണ്ടക്ഷൻ വിത്തിൻ എൻ ആക്സോൺ. നമ്മൾ സിംഗിൾ ആക്സോണൽ മെംബ്രെയിൻസ് ഓൾറെഡി കണ്ടിന്യൂസ് ആയിട്ടാണ് ലൈ ചെയ്യുന്നത്.
അത്രയും പ്രോക്സിമിറ്റിയിലായതുകൊണ്ട് തന്നെ അവിടെ ആക്ച്വലി ഒരു സൈനാപ്സിന് അടുത്ത ഒരു ന്യൂറോണിന് മറ്റേ ന്യൂറോണിലേക്ക് പോകുന്നത് പോലത്തെ ഒരു ഫീൽ ഇല്ല. അപ്പൊ ഇറ്റ്സ് ഓൾമോസ്റ്റ് സിമിലർ ടു ദ ഇമ്പൾസ് കണ്ടക്ഷൻ അലോങ് എ സിംഗിൾ ആക്സൺ. ഒരൊറ്റ സിംഗിൾ ആക്സണിൽ പോകുന്ന പോലെ തന്നെയുള്ള ഒരു മൂവ്മെന്റ് ആണ് അവിടെ കാണാൻ പറ്റുന്നത്, അത്രയും ക്ലോസ് പ്രോക്സിമിറ്റി ആയതുകൊണ്ട്. അപ്പൊ എന്താ പറ്റുക, അത്രയും അടുത്തായതുകൊണ്ട് തന്നെ ആ സൈനാപ്സ് അല്ലെങ്കിൽ ആ ഇലക്ട്രിക്കൽ സൈനാപ്സിന്റെ അലോങ് ഉള്ള അക്രോസ് ഉള്ള ഇമ്പൾസ് ട്രാൻസ്മിഷൻ എങ്ങനെയായിരിക്കും, ഭയങ്കര ഫാസ്റ്റർ ആയിരിക്കും ദാൻ അക്രോസ് കെമിക്കൽ സൈനാപ്സ്. പക്ഷെ ഇത്രയും ഫാസ്റ്റർ ആണ്, ഡയറക്ട്ലി ട്രാൻസ്ഫർ നടക്കും ഒക്കെ ചെയ്യുമെങ്കിലും നമ്മുടെ ബോഡിയിൽ കൂടുതൽ ഏത് സൈനാപ്സ് ആണുള്ളത്, കെമിക്കൽ സൈനാപ്സ് ആണ് ഉള്ളത്. റെയർ ആണ് ഇൻ ആർ സിസ്റ്റം. ആ കാര്യം കൂടി നോട്ട് ചെയ്യാം. ആൻഡ് കെമിക്കൽ സൈനാപ്സിൽ എന്താ സംഭവിക്കുക, അറ്റ് കെമിക്കൽ സൈനാപ്സ് ഈ പ്രീ ആൻഡ് പോസ്റ്റ് സൈനാപ്റ്റിക് ന്യൂറോൺസ് എങ്ങനെ സെപ്പറേഷൻ ഉണ്ട്, മോർ ദാൻ നല്ലൊരു സെപ്പറേഷൻ ഉണ്ട്. ആൻഡ് ഈ സെപ്പറേറ്റഡ് ഭാഗത്ത് എന്താണ് നമുക്ക് കാണാൻ പറ്റുക, ഒരു ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസ് കോൾഡ് സൈനാപ്റ്റിക് ക്ലെഫ്റ്റ്. ഒരു ഫ്ലൂയിഡ് എന്നറിഞ്ഞിരിക്കുന്ന ഒരു സ്പേസ് കാണാൻ പറ്റും. നമ്മൾ നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നു, ചിലപ്പോ സൈനാപ്റ്റിക് ക്ലെഫ്റ്റ് ചിലതിൽ ഉണ്ടാവാം, ചിലതിൽ ഉണ്ടാവാണ്ടിരിക്കാം. ഈ കെമിക്കൽ സൈനാപ്സ് ആകുമ്പോൾ അവർക്ക് ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസസ് ഉണ്ടാവും, അതിനെ വിളിച്ചു സൈനാപ്റ്റിക് ക്ലെഫ്റ്റ്. അതെന്താ പറ്റുക, കെമിക്കൽ ട്രാൻസ്മിഷൻ, കെമിക്കൽ സൈനാപ്സിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇതിന്റെ ഇമ്പൾസ് ട്രാൻസ്മിഷനെ സഹായിക്കും. ആക്ഷൻ ടെർമിനൽസിൽ നമുക്ക് ഈ ഡയഗ്രം നോക്കിയാൽ അറിയാം, ആക്ഷൻ ടെർമിനൽസിൽ നമുക്ക് ഓൾറെഡി അറിയാം ഒരു ബൾബ് ലൈറ്റ് എൻഡിങ് ആണ് ഉള്ളത്. അതിന് നമ്മൾ സൈനാപ്റ്റിക് നോബ് എന്ന് വിളിച്ചു. അതിൻ്റെ ഉള്ളിൽ കുറെ സൈനാപ്റ്റിക് വെസൈക്കിൾ ഉണ്ട്. ഈ ഓരോ വെസൈക്കിളിലും they are filled with neurotransmitters. അങ്ങനെ അലോങ് ഒരു ആക്സന്റെ അലോങ്ങില് എങ്ങനെ എന്ത് വന്നു, ഇമ്പൾസ് ഇവിടെ എത്തിക്കഴിഞ്ഞു. ഈ ഇമ്പൾസ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്, ഇവിടെ സംഭവിക്കാൻ പോകുന്ന മേലെയുള്ള ഇങ്ങോട്ടേക്ക് എത്തിയ ഈ പ്രോക്സിമൽ പാർട്ടിലുള്ള സൈക്കിൾസ് പതുക്കെ മൂവ് ചെയ്ത് എൻഡിലേക്ക് വരാൻ തുടങ്ങും. എങ്ങോട്ടേക്ക്, ഈ എൻഡിലേക്ക് വരാൻ തുടങ്ങും. ഏത് എൻഡിലേക്ക്, പ്രീ സൈനാപ്റ്റിക്. അതായത് ഇതാണ് സൈനാപ്സ്, ഇത് അടുത്ത ന്യൂറോണ്, അതിന്റെ മുമ്പത്തെ ന്യൂറോൺ പ്രീ സൈനാപ്റ്റിക് മെംബ്രെയിൻ. അവിടുത്തെ ന്യൂറോണിന്റെ പ്രീ സൈനാപ്റ്റിക് മെംബ്രെയിനിൽ വന്ന് അവര് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറ്റുക, അപ്പൊ അതൊക്കെ ആ വെസൈക്കിള് തുറന്നിട്ട് ഈ കുഞ്ഞു സാധനങ്ങൾ, അതായത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ റിലീസ് നടക്കും. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ റിലീസ് നടന്ന് ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് പിന്നെ എങ്ങോട്ടേക്ക് പോകുന്നത്, അടുത്ത പോസ്റ്റ് സൈനാപ്റ്റിക് മെംബ്രെയിൻ, അതായത് അടുത്ത ന്യൂറോണിന്റെ മെംബ്രെയിനിലേക്ക് എത്തുന്നത്. ഈ പോസ്റ്റ് സൈനാപ്റ്റിക് മെംബ്രെയിനിൽ എന്ത് കാണാൻ പറ്റുന്നുണ്ട്, ഈ ഡയഗ്രം നോക്കിയാൽ അറിയാം. പോസ്റ്റ് സൈനാപ്റ്റിക് മെംബ്രെയിനിൽ റിസെപ്റ്റേഴ്സ് ഉണ്ട്. ഈ റിസെപ്റ്റേഴ്സ് എന്ത് ഡിറ്റക്ട് ചെയ്യും, കുറെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വരുന്നതായിട്ട് ഡിറ്റക്ട് ചെയ്ത് പതുക്കെ അടുത്ത ട്രാൻസ്ഫർ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ക്യാരി ഔട്ട് ചെയ്യും. ജസ്റ്റ് വായിക്കുകയാണെങ്കിൽ എന്താ, ഒരു ഇമ്പൾസ് ആക്ഷൻ ടെർമിനൽ എത്തിക്കഴിഞ്ഞാൽ ദേ സ്റ്റിമുലേറ്റ് വാട്ട്, മൂവ്മെന്റ് ഓഫ് സൈനാപ്റ്റിക് വെസൈക്കിൾസ്. ആ വെസൈക്കിൾസ് മൂവ് ചെയ്യാണ് എങ്ങോട്ടേക്ക്, ടുവേർഡ്സ് ദ മെംബ്രെയിൻ വേർ ദ ഫ്യൂസ് വിത്ത് പ്ലാസ്മ മെംബ്രെയിൻ ആൻഡ് റിലീസ് ദർ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. എങ്ങോട്ടേക്കാണ് ഇത് ഈ റിലീസ് നടത്തുന്നത്, നമ്മൾ നേരത്തെ പഠിച്ച ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസസ്, അതിന് നമ്മൾ എന്ത് വിളിച്ചു, സൈനാപ്റ്റിക് ക്ലെഫ്റ്റ്. ആൻഡ് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് ബൈൻഡ് ചെയ്യുക എങ്ങോട്ടേക്ക്, സ്പെസിഫിക് റിസെപ്റ്റേഴ്സിലേക്ക്. ഈ സ്പെസിഫിക് റിസെപ്റ്റേഴ്സ് കാണപ്പെടുന്നത് എവിടെയാണ്, പോസ്റ്റ് സൈനാപ്റ്റിക് മെംബ്രെയിൻ. ആൻഡ് ഈ ബൈൻഡിങ് എന്തുണ്ടാക്കും, നമ്മുടെ അയൺ ചാനലിന്റെ ഓപ്പണിങ്ങിന് കോസ് ചെയ്യും. ദിസ് ബൈൻഡിങ് ഓപ്പൺസ് അയൺ ചാനൽസ് അലവിങ് വാട്ട് ദ എൻട്രി ഓഫ് അയൺസ്. ഈ അയൺ എൻ്റർ ചെയ്യുമ്പോൾ എന്താ പറ്റുക, ഈ അയൺസ് എൻ്റർ ചെയ്യുമ്പോൾ അവിടെ ഒരു സ്റ്റിമുലസ് കിട്ടുകയാണ്. ആൻഡ് അഗൈൻ ഒരു ന്യൂ പൊട്ടൻഷ്യൽ എങ്ങോട്ടേക്ക് ജനറേറ്റഡ് ആവാണ്, പോസ്റ്റ് സൈനാപ്റ്റിക് ന്യൂറോണിലേക്ക് ജനറേറ്റ് ആവാണ്. ഈ ന്യൂ പൊട്ടൻഷ്യൽ നമ്മളിപ്പോ ജസ്റ്റ് ഇമ്പൾസിന്റെ കണ്ടക്ഷനെ പറയുന്നുള്ളൂ. അത് എക്സൈറ്റേറ്ററി ആയാലും ഇൻഹിബിറ്ററി ആയാലും പാത്വേ ഓൾമോസ്റ്റ് സെയിം തന്നെ ആയിരിക്കും. അത്രയും കാര്യങ്ങൾ കണ്ടു. ഇനി എന്നിട്ട് അയൺ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഈ ബൈൻഡിങ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ബൈൻഡിങ് കൊണ്ട് അയൺ ചാനൽ ഓപ്പൺ ആവും. ആൻഡ് ഈ അയൺ ചാനൽ ഓപ്പൺ ആവുമ്പോൾ എന്താ പറ്റുക, എൻട്രി ഓഫ് അയൺസ് നടക്കും. ആൻഡ് ഈ എൻട്രി ഓഫ് അയൺസ് എന്തിനെ ഹെൽപ്പ് ചെയ്യും, ന്യൂ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. എവിടെ, പോസ്റ്റ് സൈനാപ്റ്റിക് മെംബ്രെയിനിൽ. ഇത്രയും ഭാഗത്ത് നോട്ട് ചെയ്യാനുള്ളത് ഇലക്ട്രിക്കലും
കെമിക്കലും സൈനാപ്സ് തമ്മിലുള്ള ഡിഫറൻസസ് ആണ്. എന്തൊക്കെയാണ്? ഇലക്ട്രിക്കൽ സൈനാപ്സ് ഓൾവേസ് ഫാസ്റ്റർ ആയിരിക്കും, ഇതോ സ്ലോവർ. അതായത് അത്രയും ഇലക്ട്രിക്കൽ സൈനാപ്സ് അത്രയും ഫാസ്റ്റർ അല്ല കെമിക്കൽ സൈനാപ്സ്, കാരണം ന്യൂറോ ട്രാൻസ്മിറ്റർ വെസൈക്കിൾസിന്റെ മൂവ്മെന്റ് ഇൻവോൾവ് ആണ്, ബൈൻഡിങ് ഇൻവോൾവ് ആണ്, റിസെപ്റ്റേഴ്സ് ലൈക്ക് സൈനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറഞ്ഞൊരു സ്പേസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ കൊണ്ട് കുറച്ച് സ്ലോവർ ആയിരിക്കും. പക്ഷെ ഇലക്ട്രിക്കൽ സൈനാപ്സ് എങ്ങനെയാ? റെയർ ആണ് ഇൻ ആർ സിസ്റ്റം. ഇലക്ട്രിക്കൽ സൈനാപ്സിന്റെ ആ ഡിസ്റ്റൻസ് പറയുകയാണെങ്കിൽ ലെസ് ദൻ 2 നാനോമീറ്റർ ആയിരിക്കും, കാരണം അത്രയും ക്ലോസ് പ്രോക്സിമിറ്റി ലൈ ചെയ്യുന്നതുകൊണ്ട് ഈ നമ്പർ ഇമ്പോർട്ടന്റ് ആണ്. ലെസ് ദൻ 2 നാനോമീറ്റർ ആയിരിക്കും. ആൻഡ് കെമിക്കൽ സൈനാപ്സ് എങ്ങനെയാ? ഗ്രേറ്റർ ദൻ 2 നാനോമീറ്റർ. അതായത് സൈനാപ്റ്റിക് ലെഫ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ഡിസ്റ്റൻസ് കൂടുതലാണ്, അത്രയും പ്രോക്സിമിറ്റിയിൽ അല്ല. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നാളെ സെൻട്രൽ ന്യൂറൽ സിസ്റ്റം അല്ലെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് സമ്മറി ആൻഡ് എക്സസൈസ് കൊണ്ട് ചാപ്റ്റർ തീരും. ഇന്നത്തെ ക്ലാസ് എൻഡ് ചെയ്യാണ്. താങ്ക് യു.